വ്യസനമായി വീളിച്ചിടും ഞാൻ യാ നബി, വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി. കൈപിടിക്കാനാരുമില്ല യാ അബീ, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആദ്യമൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? അഖലിയായ വാജിബ, അഖലിയായിരിക്കുന്ന ഹുക്കുമ് അത് രണ്ട് തരത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു. ബുദ്ധി വിധിക്കുന്ന വിധികൾ രണ്ട് തരത്തിൽ, ഉടനറിവ് ആയിട്ട് ലഭിക്കുന്ന അറിവും അല്പം ചിന്തിച്ചാൽ ലഭിക്കുന്ന അറിവും. അഥവാ നമ്മളതിനെക്കുറിച്ച് നമ്മുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് ലറൂറി, അതുപോലെ തന്നെ നദിരി. ലറൂറി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാകുന്നത് അല്ലേ? അതിൻ്റെ ഉദാഹരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നലെ നമ്മൾ ലറൂറിക്ക് പറഞ്ഞ ഉദാഹരണം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ നന്നായിരിക്കും. ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. അതെ, 2 2 4 2 2 4 എന്നുള്ളത് ലറൂറിൻ്റെ ഉദാഹരണമാണ്. അത് ചിന്തിക്കാതെ തന്നെ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതേ അവസരത്തിൽ ഇത് വാജിബ് 2 2 4 ആവുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ദുനിയാവിൽ നിന്നല്ല, ആഖിറത്തിലെത്തിയാലും, മനസ്സിലായില്ലേ, സ്വർഗത്തിലെത്തിയാലും അള്ളാഹു പറയുന്നില്ലേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താനി. അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗ്ഗമുണ്ട്. ഈ 2 എന്നുള്ളത് ആഖിറത്തിലെത്തിയാൽ മാറുമോ? 2 ഒന്നും കൂട്ടിയാൽ തന്നെ 2 അവിടെയും, 2 2 കൂട്ടിയാൽ തന്നെ 4. അപ്പോൾ അത് ഏത് ദുനിയാവിൽ പോയാലും ആഖിറത്തിൽ പോയാലും 2 2 4 ആവും നിർബന്ധം. മനസ്സിലായില്ലേ? അത് നമ്മൾ എന്തെന്ന് പറയും? അഖലിയായ വുജൂബ്, ബുദ്ധി നിർബന്ധമായിട്ടും അത് ഉണ്ടാവണമെന്ന് നിർബന്ധിക്കുന്ന ഒന്ന്. അതില്ലാതാവൽ ബുദ്ധി വിശ്വസിക്കാത്തത്, അതാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതേ ബുദ്ധിയുടെ വിധി തന്നെ അല്പം ആലോചിച്ചാലേ നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ. അതിൻ്റെ ഉദാഹരണം നമ്മളെന്താ പറഞ്ഞിരുന്നത്? അതായത് നെതിരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ അഖലിയ ഹുക്കുമിൻ്റെ ഉദാഹരണം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അല്പം ആലോചിച്ചതിന് ശേഷം. ഒരുപാട് ഉദാഹരണം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് അറിവുള്ള ഓർമ്മയുള്ളവർ അടിച്ചാൽ മതി. എന്തായാലും അല്പം ആലോചിച്ചാൽ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം അതങ്ങനെ 10 10ന്റെ 2 10 1 10 1 2 അതില്ലല്ലോ, അങ്ങനെ പറയാം. 10ന്റെ 5 2, അല്ലെങ്കിൽ 12ന്റെ 6 2 അല്ലേ? അപ്പോൾ പിന്നെ 2 എന്നുള്ളത് നമുക്കിപ്പോൾ എത്രയാണെന്ന് കിട്ടി. അത് ആദ്യം നമ്മൾ പറഞ്ഞത് 2 എന്ന് എത്രയെന്ന് ഒരാൾ ചോദിക്കുക, 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ഒരാൾ ഇങ്ങനെ 1 1 2 എന്ന് പറഞ്ഞാൽ മതി, 2 ആയി. അയാൾ എന്താ പറഞ്ഞത്? 12ന്റെ 6 എന്ന് പറഞ്ഞു. അപ്പോൾ 12 എത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മാത്രമല്ല 12ന്റെ 6 എത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ? 12ന്റെ 6 എത്ര എന്ന് അറിഞ്ഞാൽ ഈ 2 ആ 2 ഒന്നാണെന്ന് പിന്നെ അയാൾക്ക് ഹുക്കുമ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അതപ്പോൾ നമ്മൾ വാജിബ്, അതായത് ഉറപ്പന്നെയാണ്. 2 എന്നുള്ളത് 12ന്റെ 6 ആണെന്നുള്ളത് അത് അഖലിയായ വുജൂബാണ്. അത് നിർബന്ധമായി അങ്ങനെ തന്നെ ആവോ? അല്ലെങ്കിൽ 4 എന്നുള്ളത് 12ന്റെ 3 എന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെ തന്നെ എന്താകുന്നു? അല്പം ചിന്തിച്ചാൽ മാത്രം ലഭിക്കുന്നു. അതിപ്പോൾ ഇതേ ഈ ഇനം തന്നെ ഏതിനും വരുന്നുണ്ട്? മുസ്തഹിലിലും വരുന്നുണ്ട്. ഇതേ ഇനങ്ങൾ മുസ്തഹിൽ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ബുദ്ധിയിൽ അത് ഉണ്ടാവാൽ ബുദ്ധി വിശ്വസിക്കാത്തത്, അത് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധി വിശ്വസിക്കാത്തതാണ് മുസ്തഹിൽ എന്ന് പറയുന്നത്. നമുക്കിന്ന് അതിനെക്കുറിച്ച് പറയാം. എന്താണ് പിന്നെ മുസ്തഹിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മുസന്നിഫ് പറഞ്ഞാൽ ആദ്യം ഒന്ന് വായിക്കുക, എന്നിട്ട് നമ്മൾ വിഷയത്തിലേക്ക്. ഖൗലുഹു, മുസന്നിഫ് റഹിമഹുല്ലാഹിന്റെ വാക്ക്. മുസന്നിഫും ഷാരി ഒരാൾ തന്നെയാണ്. ആ മത്തിനിന്റെ വാക്ക് എന്നാണ് ഉദ്ദേശം. വൽ മുസ്തഹീലു, എന്താണ് മുസ്തഹീൽ? മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? അറിവുള്ളവരും പഠിക്കും. അറിവുള്ളവരെന്ന് മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ അറബി തന്നെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ട്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ പറഞ്ഞ ക്ലാസ്സിൽ മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനക്ക് 20 മുസ്തഹീലായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം? അസംഭവ്യം അല്ലേ? അസംഭവ്യം, അസാധ്യം, അത് ഉണ്ടാവാൻ പാടില്ലാത്തത്. അതിനാണ് വിശദീകരിക്കുന്നത്. വൽ മുസ്തഹീലു, മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ മാലാ യുതസവ്വറു ഫിൽ അഖ്ലി വുജൂദുഹു, ബുദ്ധിയിൽ അത് ഉണ്ടാവൽ രൂപപ്പെടുകയില്ല എന്ന് വെച്ചാൽ ബുദ്ധി അത് വിശ്വസിക്കുകയില്ല. ബുദ്ധി അത് ഉണ്ടാവലിനെ വിശ്വസിക്കാത്തത്. യാനി അയലൻ ഇമ്മ, അതായത് മുമ്പത്തെ വാജിബിന്റെ മാതിരി തന്നെ ഇമ്മ ബിത്തിദാൻ, തുടക്കത്തിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ തന്നെ ചില സംഗതികൾ ആലോചിച്ചാൽ ചിന്തിക്കാതെ തന്നെ അത് മുസ്തഹീലാണെന്ന് മനസ്സിലാകും.
ഔ ബാധ സബക്കിനെതിരെ, അല്ലെങ്കിൽ അല്പം ചിന്ത കടന്നതിന് ശേഷം, ചിന്തിച്ചതിന് ശേഷം, ചിന്ത മുൻകടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചതിന് ശേഷമേ മനസ്സിലാവും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ മാതിരി 2 എന്നുള്ളത് 4 എന്നുള്ളത് 12ന്റെ 3-1 എന്ന് പറഞ്ഞാൽ 12 എത്രയാണെന്നും അതിന്റെ 12ന്റെ 3 ഓരിച്ചാൽ ഓരോ എത്രയാണെന്നും മനസ്സിലായ വ്യക്തിക്ക് ഈ 3 എന്നുള്ളത് 12ന്റെ 6-1 മനസ്സിലാക്കാൻ, 12ന്റെ 3-1 മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഓക്കെ, പിന്നെ അപ്പം എന്താ പറഞ്ഞേ, ഈ മുസ്തഹിലും പറഞ്ഞതുപോലെ തന്നെ 2 ഇനത്തിൽ വരുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അസാധ്യമായ കാര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ കേൾവിക്കാരായ നിങ്ങളോട്, ഒരു അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വീക്ഷണത്തിൽ ഓരോരുത്തരും പെട്ടെന്ന് തന്നെ അത് ഒരു അസാധ്യമായിരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങളടിക്കി. നമ്മുടെ അക്കലുകളൊക്കെ ഒന്ന് നമ്മൾ വർക്ക് ചെയ്യിച്ചു നോക്കുക. ഞാൻ ഉദാഹരണം പറയും, ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പറയും, ബുദ്ധിപരമായിട്ടും പറയും, ഖുർആനിൽ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറയും. നിങ്ങളടിക്കി. എന്താണ് പ്ലാവിൽ മാങ്ങയുണ്ടാകുക എന്നുള്ളത്? അതാണിപ്പോൾ ഫൈസൽ അടിച്ചത്. അത് പിന്നെ നമ്മൾ ഇവിടെ പറയുന്നത് വകുപ്പ് മാറിയിട്ടുണ്ട്. പ്ലാവിൽ മാങ്ങ ഉണ്ടാകുക എന്നുള്ളത് അതേതാണ്? മുസ്തഹിൽ ആദിയാണ്. നമ്മളെ ചർച്ച കഴിഞ്ഞല്ലോ. ആദിയായ ഹുക്കുമ പറഞ്ഞു നമ്മൾ ബുദ്ധിപരമായിട്ട് പറയണം, ബുദ്ധിപരമായിട്ട് നോക്കുക. അതിപ്പോൾ ഒരു പ്ലാവിന്റെ മുകളിൽ എന്താ പറഞ്ഞത്, പ്ലാവിന്റെ മുകളിൽ മാങ്ങ ഉണ്ടാകുക എന്നുള്ളത് ബുദ്ധിപരമായിട്ട് വിരോധമൊന്നുമില്ല. അത് ആദത്തെ നിൽക്കണം. ആദിയായ മുസ്തഹിൽ എന്ന് തന്നെ പറയാം. നമ്മളിവിടെ ചർച്ച ആദിയാതല്ലോ, നമ്മൾ അഖിലിയാത. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് അസംഭവ്യമാവണം. അതാ വേണ്ടത്. അതൊന്ന് പറയും, അതൊന്ന് ഓരോരുത്തർ എഴുതി. ഒരാളും മരണപ്പെടില്ല എന്നത്, ഒരാളും മരണപ്പെടില്ല എന്നുള്ളത്, ഒരാൾ മരിക്കൂല എന്നുള്ളത് എന്താണ്? അപ്പോൾ അതും പറഞ്ഞ എന്താണ്? അത് പിന്നെ ബുദ്ധിപരമായ നിലക്ക് അസംഭവം അല്ല, ഞാനത് അംഗീകരിക്കൂല. ഒരാൾ മരിക്കാതിരിക്കുക എന്നുള്ളത് ബുദ്ധിപരമായിട്ട് അസംഭവ്യമൊന്നുമില്ല, ആദത്തെ നിൽക്കുണ്ടാവാം. ആദത്തെ നിൽക്കുണ്ടാവാം. അത് ബുദ്ധിപരമായിട്ട് എന്തല്ല, അല്ല, ബുദ്ധിപരമായ നിലക്ക് അത് അസംഭവ്യമുള്ളതല്ല, അല്ലേ? സൂര്യൻ കേക്ക് നിന്ന് ഉദിക്കുക, ഒക്കെ എങ്ങോട്ടാ പോകുന്ന അറിയോ? അത് ബുദ്ധിപരമായിട്ട് അസംഭവ്യമല്ലേ അല്ല. ഇവിടെയാണ് നമ്മുടെ വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സൂര്യൻ കേൾക്കുന്ന ഉദിക്കുക എന്നുള്ളത് ബുദ്ധിപരമായ നിലക്ക് അസംഭവ്യമല്ല. എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ശാസ്ത്രം പറഞ്ഞതാ, ഒരു കാലത്ത് സൂര്യൻ കേക്ക് നിന്ന് ഉദിക്കുക, ഉദിക്കലെന്നല്ലേ ഉണ്ടാല് സാധാരണ, അല്ലേ? പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളതാണ് അസംഭവ്യം. സൂര്യൻ കേക്ക് നിന്ന് ഉദിക്കുക എന്നുള്ളത് അത് സാധാരണ, അത് നമ്മൾ മുസ്തഹിലിന്റെ കാര്യമാണ്. നമ്മൾ മുസ്തഹിൽ ആ കാര്യമാണ് പറയുന്നത്. മുസ്തഹിൽ അതായത് ഉണ്ടാകാൻ പാടില്ലാത്ത, ബുദ്ധിപരമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്തത്. റിയാസ് പഠിച്ചത് ശരിയാണ്. 5 5 15 എന്നുള്ളത്, 5 5 15 താദ്ദുൽ ഇലാഹ് എന്നുള്ളത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട, അതല്ലാത്ത പുറത്തുള്ള വിഷയം നമ്മൾ പറയാം. നമ്മൾ അതിലേക്ക് വരും. നമ്മുടെ മക്സൂദ് അതാണ്. 5 5 15 എന്നുള്ളത് അത് ഉറപ്പാണ്. 5 5 എത്ര അല്ല, 15 അല്ല. അത് ഇനിയിപ്പോ എന്ത് തന്നെ ആന തല കുത്തി പറഞ്ഞാലും 5 5 15 ആവില്ല, 5 5 10 ആവുള്ളൂ, യാതൊരു സംശയമില്ല. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ 5 5 15 ആവുക എന്നുള്ളത് എന്താകുന്നു? അഖലിയായ മുസ്തഹിലാണ്. ബുദ്ധിപരമായിട്ട് അത് ഒരിക്കലും ഉണ്ടാവില്ല. ദുനിയാവിലും ഉണ്ടാവില്ല, ആഖിറത്തിലും ഉണ്ടാവില്ല. മനസ്സിലല്ലേ? പിന്നെ ഞാൻ അതിന്റെ അപ്പുറം വേറെ ഒരു ലോകമല്ലല്ലോ. ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും 5 5 10 ആവുള്ളൂ. അത് പെട്ടെന്ന് എന്തായി നമുക്ക് മനസ്സിലായില്ലേ? അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് ചിന്തിക്കാനെന്നില്ല. 5 5 15 എന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല. അവർ കണക്കൂട്ടി പഠിച്ചില്ല, പോയി സ്കൂളിൽ പോയി വാന്ന് പറയും. മനസ്സിലായില്ലേ? അവൻ എവിടെയും ജയിക്കാൻ സാധിക്കൂല, ഇങ്ങനെ കണക്കൂട്ടും. അത് മുസ്തഹിലാണ്. ബുദ്ധി അത് അംഗീകരിക്കൂല. ബുദ്ധി അംഗീകരിക്കാത്തതുകൊണ്ട് അവൻ തള്ളപ്പെട്ടു. ഇങ്ങനെ പറയുന്നവൻ തള്ളപ്പെട്ടു പോകും, അവൻ പരിഹസിക്കപ്പെടും, അവൻ വിവരമില്ലാത്തവനായി മുദ്ര കുത്തപ്പെടും. കാരണം എന്തുകൊണ്ട്? ബുദ്ധി അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ബുദ്ധി അപ്പം ആദ്യം മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞ വിഷയങ്ങൾ ഇപ്പം പിന്നെ പലരും അടിച്ചു. അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അഖിലിയായിരിക്കുന്ന ഹുക്കുമും ആദിയാ ഹുക്കുമും തമ്മിൽ പലർക്കും എന്തായി പോവാറുണ്ട്, തിരിച്ചറിയാതെ വരാറുണ്ട്. അതാ നിങ്ങൾ ഇവിടെ പലരും അടിച്ചുപോ. പ്ലാവിന്റെ മുകളിൽ എന്തുണ്ടാവുക, മാങ്ങ ഉണ്ടാവുക എന്നുള്ളത് അത് ബുദ്ധിപരമായ അസംഭവമാണെന്ന് ചില രീതി. മനസ്സിലായില്ലേ? അതെന്താണ്? അതാണ് ഈ അഖിലിയായിരിക്കുന്ന ഹുക്കും ആദിയാ ഹുക്കും തമ്മിൽ വേർതിരിച്ചറിയാതെ വരികയാണ്. ബുദ്ധിപരമായിട്ട് ഒന്നും കുഴപ്പമില്ല. ഒരു പ്ലാവിന്റെ മുകളിൽ തേങ്ങ ഉണ്ടാണേനും ഒരു കങ്ങിന്റെ മുകളിൽ പിന്നെ ചക്ക ഉണ്ടാണേനൊന്നും ബുദ്ധിപരമായിട്ട് വിരോധമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ അത് ഉണ്ടാവാറില്ല. ആദത്തെ നിൽക്കും മുസ്തഹിലാണ്. അപ്പോൾ ഇത് രണ്ടൊക്കെ വിധിച്ച് ഇത് നമ്മൾ വേർതിരിച്ചറിയണം. വേർതിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ അഖിലിന്റെ പവർ. മനസ്സിലായില്ലേ? ഒരു പുതിയ പ്രവാചകൻ വരിക എന്നുള്ളത് അത് ആദത്തെ നിൽക്കുക എന്താകുന്നു? അത് ആദത്തെ നിൽക്കും മുസ്തഹിലാണ്. നമ്മുടെ ചർച്ച ആദത്തെ നിൽക്കുള്ളതല്ല, അഖിലം നിൽക്കുക, ബുദ്ധിപരമായിട്ട് അസംഭവ്യമായതാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിവിടെ ഓതി ആയത്ത് ഞാൻ പറയാം. അതൊക്കെ തന്നെ ആദത്തെ നിൽക്കാക്കില്ല. നിങ്ങൾ എന്തെടുത്തോളൂ, ദുനിയാവിന്റെ അധിക കാര്യങ്ങളും, ദുനിയാവിലെ കാര്യകാരണവുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ആദത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ത് കാര്യം എടുത്ത് പറഞ്ഞോളൂ, ഏത് കാര്യം എടുത്ത് പറഞ്ഞാലും അധികവും എന്താണ് അതിലുണ്ടാവുക? ആദത്തെ നിൽക്കുക, ആദിയായിരിക്കുന്ന ഹുക്കുമാണ് അതിലൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില വിഷയങ്ങൾ മാത്രമാണ്. 5 5 15 ആകുക, അല്ലെങ്കിൽ 5 5 9 ആകുക, അല്ലെങ്കിൽ 2 2 5 ആവുക, 100 100 300 ആവുക. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താകുന്നു? അഖിലിയായിരിക്കുന്ന മുസ്തഹിലാണ്. അത് യാതൊരു സംശയമില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിലും അതിന്റെ ഉദാഹരണങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അഖിലിയായിരിക്കുന്ന പിന്നെ വിധികളെ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല. പക്ഷേ അഖിലിയായ ഹുക്കുമുകൾ പഠിച്ച ഒരാൾക്ക് ഖുർആൻ ശരിയാ നിൽക്കി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി ജുവൈനി ഇമാം തങ്ങൾ പറയുന്നുണ്ട്, ഈ വിധികൾ തമ്മിൽ ആദിയായിരിക്കുന്ന ഹുക്കുമ്, ആദിയ ഹുക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആദിയ ഹുക്കുമും ബുദ്ധിപരമായ വിധിയും സാധാരണയിൽ നമ്മുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്ന വിധി, അതാണ് ആദിയ ഹുക്കും. അതുപോലെ തന്നെ ശറയ്യായിരിക്കുന്ന വിധികളും ശരീഅത്ത് വിധികളും തമ്മിൽ അറിയാത്തവൻ ആഖിലല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിപരമായി നിർബന്ധമായിരിക്കുന്ന ഒന്ന്, മൈക്ക് കയ്യിലില്ലേ? മൈക്കുണ്ട്, മൈക്കൊക്കെ പിന്നെ കയ്യിലുണ്ട്, പോയാൽ അറിയിക്കാം. പിന്നെ അപ്പം ആദിയായിരിക്കുന്ന വാജിബ്, മുസ്തഹില്, അതുപോലെ തന്നെ ജായിസ്, ഇത് മൂന്നും തിരിച്ചറിയാത്തവൻ ആക്കിലല്ല എന്നുള്ള ബുദ്ധിയുള്ളവൻ ഇതൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. ഞാനിവിടെ ഓതിയ സൂറത്ത് ആറാഫിലെ 40-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ. ഈ ആയത്ത് നോക്കിയോളൂ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിപ്പറയുകയും അതിനെ വിട്ടുകൊണ്ട് അഹങ്കരിക്കുകയും ചെയ്തതായിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശലോകത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. കടാ, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിപ്പൈതിന്റെ ഉള്ളിൽ കടക്കുന്നത് വരെ. ഒട്ടകമായിരിക്കെ ഒട്ടകത്തിന് സൂചിന്റെ പഴുതിനേക്കാൾ ചെറുതാക്കിയാൽ അല്ലാഹു തആല കടത്താൻ സാധിക്കും, ഉറപ്പന്നല്ലേ? ഒരു ഒട്ടകത്തിന് എന്താക്കാൻ സാധിക്കും? നമ്മുടെ കണ്ണിന് ദൃഷ്ടിയിൽ പെടാത്ത രീതിയിൽ നല്ല പരിപൂർണ്ണമായിരിക്കുന്ന ഒരു ഒട്ടകത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു തആലക്ക് സാധിക്കും. അതുപോലെ ചർച്ചല്ല. അപ്പൊ അത് ആദിയായിരിക്കുന്ന മഹാലാവുള്ളൂ. ഇവിടെ അതല്ല, ഒട്ടകമായിരിക്കെ സൂചിപ്പഴുതുമായിരിക്കെ ഒട്ടകത്തിൻ്റെതായ ആ വലിപ്പത്തോട് കൂടെ തന്നെ ഈ സൂചിപ്പഴുത് അതിന്റെ ആ ചെറിയ ദ്വാരത്തിലൂടെ ഒരു വലിയൊരു ഒട്ടകത്തിനെ കടക്കുക എന്നുള്ളത് അതെന്താകുന്നു? അഖലിയായിരിക്കുന്ന മഹാലാണ്. അല്ലേ? ആർക്കും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതാരെങ്കിലും ആദിയ ഹുക്കുമെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആദിയ മുസ്തഹിലാണെന്നല്ല, അത് ആദിയല്ല. ഒരു വലിയ സാധനം ചെറിയൊരു സാധനത്തിന്റെ ഉള്ളിൽ കൂടെ പോകൂല എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ എന്താക്കണം? ഈ വലിയ സാധനത്തെ ഈ ചെറിയ സാധനത്തിനേക്കാൾ ചെറുതാക്കണം. അപ്പോൾ ഒട്ടകത്തെ സൂചിപ്പഴുതിനേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ ആ ഒട്ടകത്തെ സൂചിപ്പഴുതിൽ കൂടി പ്രവേശിപ്പിക്കാൻ സാധിക്കും. അത് ഉറപ്പന്നെ, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇവിടെ ഒരു മാറ്റമില്ല. ഒട്ടകമായിരിക്കെ തന്നെ അതുപോലെ തന്നെ സൂചിപ്പഴുതുമായ അവസ്ഥയിൽ എന്ത് ചെയ്യൂല? ഒട്ടകം സൂചിപ്പഴുതിൽ കടക്കൂല. അതായത് ഒരു കാലത്തും ആര് കടക്കൂല? അവിശ്വാസികൾ സ്വർഗത്ത് കടക്കൂല. ഇങ്ങനെ അസംഭവം ഉണ്ടാല് നമ്മൾ പറയുന്നല്ലോ, അറബികളൊക്കെ മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യം ചെയ്യൂല ഹത്താ തശീബൽ ഖുറാബ്. ഇതിന് പറ്റിയതല്ല, ആദിയ മുസ്തഹില. പിന്നെ കാക്കക്ക് നേരെ വരുന്നത് വരെ കാക്കണ്ടല്ലോ, കാക്കച്ചിങ്ങളെ കണ്ടോ എത്ര വർഷം ജീവിക്കേണ്ട ആ സാധനം അല്ലേ? കാക്കന്റെ ആയുസ് വളരെ നല്ല ആയുസാണ്. പക്ഷെ ഇതുവരേക്ക് ഒരു രോമം പോലും അതിനെന്ത് ചെയ്തിട്ടില്ല, നരച്ചിട്ടില്ല. മനുഷ്യന്മാര് ഒരു 10-40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ സ്വാഭാവികമായി നരക്കും. പക്ഷെ ഒരു കാക്ക എന്ന് പറയുന്ന ജീവിക്ക് എന്തുണ്ടാവാറില്ല, നേരെ ബാധിക്കാറില്ല. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാലത്തും അർത്ഥത്തിനാണ് ആദിയ ഹുക്കുമാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞതാണ് അഖലിയായിരിക്കുന്ന വിഷയമാണ്. അതായത് ഒട്ടകമായിരിക്കെ സൂചിപ്പഴുതും ആ നിലക്ക് ഒട്ടകത്തിനെ സൂചിപ്പഴുതിൽ കൂടി കടത്താൻ സാധ്യമല്ല. അങ്ങനെ കടന്നാൽ വലിയ സ്വർഗത്ത് കടക്കുന്ന അർത്ഥം എന്താണ്? ഒരു മുഹാലായിരിക്കുന്ന കാര്യത്തിന് മേൽ, അഖലിയ മുഹാലിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ സ്വർഗത്ത് കടക്കലിനെ ബന്ധിപ്പിച്ചു. എന്തിനെ ബന്ധിപ്പിച്ചത്? ഒരു മുഹാലായിരിക്കുന്ന അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യത്തിന് മേൽ ഇവർ സ്വർഗത്ത് കടക്കലിനെ ബന്ധിപ്പിച്ചാൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർ സ്വർഗത്ത് കടക്കലുണ്ടാവില്ല. ഇതിപ്പോ എന്തിനുള്ള ഉദാഹരണമാണ്? അഖലിയായിരിക്കുന്ന ബുദ്ധിപരമായ നിലക്ക് മുസ്തഹിലായിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഉദാഹരണമാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ചുകൊണ്ട് മാറ്റം വരുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെന്താകുന്നു? പിന്നെ ഇങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ ഒട്ടകത്തെ ചെറുതാക്കി, സൂചിപ്പഴുതിനേക്കാൾ ചെറുതാണ്, സൂചിപ്പഴുതിന് അത്ര തന്നെ ആകുമ്പോൾ അങ്ങോട്ട് കിടക്കൂല, അതിനേക്കാളും ചെറുതാവണം. അപ്പോൾ അല്ലാഹു തആലക്ക് അത് കഴിയും. അല്ലാഹു തആലാന്റെ കഴിവുകളൊക്കെ ബന്ധിക്കുന്നത് ഏതിനാണെന്ന് അറിയോ? മുംകിനാത്തിനോട് മാത്രമാണ് അള്ളാഹുവിന്റെ കഴിവുകൾ ബന്ധിക്കുന്നത്. അതായത് പിന്നെ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യമായത് ഒന്നിനോട് അള്ളാഹുവിന്റെ കുദ്റത്ത് ബന്ധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ ചർച്ച നമുക്ക് അള്ളാഹുവിന്റെ കുദ്റത്തുമായിട്ട് ഉള്ള സംസാരിക്കുന്ന സന്ദർഭത്തിൽ വിശദമായിട്ട് വരും. അപ്പം നമുക്കത് പറയാം. അപ്പോൾ ഇവിടെ എന്താകുന്നു? പിന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ് 40-ാമത്തെ ആയത്ത് പ്രകാരം ഇവിടെ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് എന്നുള്ളത് അഖലിയായിരിക്കുന്ന മുസ്തഹിലിന്റെ ബുദ്ധിപരമായ നിലക്ക് അത് അസംഭവ്യമാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ. അല്ലാഹു തആലക്ക് അങ്ങനെ സാധിക്കൂല എന്ന് ചോദിച്ചാൽ, അല്ലാഹു തആലക്ക് ഒരു ഒട്ടകത്തെ സൂചിപ്പഴുതിൽ കൂടെ കടത്താൻ സാധിക്കൂലേ എന്ന് ചോദിച്ചാൽ രണ്ട് മറുപടിയാണുള്ളത്. ഒട്ടകമായിരിക്കെ സൂചിപ്പഴുതുമായിരിക്കെ ആ രൂപത്തിൽ കടക്കൂല. അത് അല്ലാഹു തആല അങ്ങനെ അള്ളാഹുവിന്റെ കുദ്റത്ത് എന്നോട് ബന്ധിക്കൂല. അള്ളാഹുവിന്റെ കുദ്റത്തിന്റെ പരിധിപ്പെട്ടല്ല വെച്ചാൽ കുദ്റത്ത് തന്നെ എന്നോട് ബന്ധിക്കുന്നില്ല. അള്ളാഹുവിന്റെ കുദ്റത്ത് ബന്ധിക്കുന്നതിനോട് മുംകിനായിരിക്കും. അതായത് ഈ ഒട്ടകത്തെ ചെറുതാക്കാൻ അല്ലാഹു തആലക്ക് സാധിക്കും, അല്ലെങ്കിൽ ഈ സൂചിപ്പഴുതിനെ വലുതാക്കാൻ അല്ലാഹു തആലക്ക് സാധിക്കും. നമുക്ക് സാധിക്കുന്ന പറഞ്ഞാൽ അത് ആദിയായിരിക്കുന്ന വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സാധിക്കും. അതല്ലാതെ രണ്ട് സാധനവും അതാണ് ബുദ്ധി അനുവദിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ. അത് ഒരിക്കലും ബുദ്ധി എന്ത് ചെയ്യില്ല. ഇങ്ങനെ ഈ രണ്ട് വസ്തുക്കൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാകുമ്പോൾ അൽ കുല്ലു അക്ബറു മിനൽ ജുസി, ഇങ്ങനെയല്ലോ, കുല്ലി ജുസിനേക്കാൾ വലുതായിരിക്കും ഈ ഒരു അവസ്ഥയിൽ. അതുപോലെ തന്നെ രാവും പകലും എന്താവില്ല,
രാവും പകലും ഒരുമിച്ച് കൂടൂല എന്ന് പറയും. രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് എന്താ? അത് ആദിയായ മുസ്തഹിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ, കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വിഷയം തന്നെ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് എന്താ? ആദിയായ മുഹാലോ അല്ലെങ്കിൽ പിന്നെ അഖിലിയായ മുഹാലോ? സാധാരണഗതിയിൽ മുഹാൽ നല്ല ബുദ്ധിപരമായിട്ട് തന്നെ അത് അസംഭവ്യമാണെന്നാണോ രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത്? രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് എന്താ? അതില്ല ഭൂത അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ നിങ്ങൾ ശരിക്കും ക്ലാസ് പങ്കെടുത്താൽ മതി. അല്ലാഹു തആലാന്റെ കഴിവ് ബന്ധിക്കുമല്ലേ എന്നുള്ളത്. അതാകുമ്പോൾ അഖീദ പഠിക്കാനുള്ള പവർ എന്താണ്? ആദിയായ മുസ്തഹിലാണെന്നാണ് കുഞ്ഞുമോൻ, അതുപോലെ തന്നെ എല്ലാവരും അതെ. ഒന്ന് അഖിലിയായ മുഹാല്, ഒരാൾ അഖിലിയായ മുഹാല്, മറ്റൊരാൾ ആദിയായ മുഹാല്. എന്നാൽ ഞാൻ പറയട്ടെ, എന്നാൽ ആദിയായ മുഹാലല്ല. രാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്ടാല് ഇബ്ലീസ് സ്വർഗ്ഗത്ത് കിടക്കാന്നുള്ളതും ആദിയായ മുഹാലാണ്. നമ്മുടെ ചർച്ചാ വിഷയം ആദിയായ മുഹാലല്ല, അഖിലിയായ മുഹാലാണ്. അഖിലിയായ മുഹാലാണ്. രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് എന്തല്ല? രാവും പകലും ഒരുമിച്ച് കൂടുവോ? ഒരേ സമയത്ത് രാവും പകലും ഉണ്ടാവുമോ? എന്താ പറയുന്നത്? അത് സാധാരണ അസംഭവ്യ. എന്നാൽ ബുദ്ധിപരമായിട്ട് അത് സാധിക്കുമോ? രാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാവുക? പകൽ എപ്പോഴാണ് വരിക? പകല് എന്നുള്ളത് രാവ് കഴിഞ്ഞെങ്കിലേ ഏത് വരുള്ളൂ? പകൽ വരുള്ളൂ. രാവ് കഴിഞ്ഞെങ്കിലേ പകൽ വരുള്ളൂ, പകൽ കഴിഞ്ഞെങ്കിലേ രാവും വരുള്ളൂ. പിന്നെ അതങ്ങനെ ഒരുമിച്ച് കൂടുക? അതൊരിക്കലും ഒരുമിച്ച് കൂടൂല. അപ്പൊ അഖിലിയായിരിക്കുന്ന മുഹാലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഷറയ്യായിരിക്കുന്ന മുഹാലും കൂടിയാ. എന്നാ ഷറയിലും മുഹാലാണോ? ഷറയിലും മുഹാല. ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷറവ് പറഞ്ഞിട്ടുണ്ട്. വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ല്ലേ? സൂറത്ത് യാസീനിൽ ലൈല് നഹാറിനെ മുൻകടക്കൂല. നഹാർ കഴിഞ്ഞാൽ ലൈല് കഴിഞ്ഞാൽ നഹാർ, ഒന്നൊന്നിനെ മുൻകടക്കൂല. അത് വരണ്ടടുത്തത് വരില്ല. അതായത് വരണ്ടടുത്തെന്നല്ല, അത് രണ്ടും ഒരുമിച്ച് കൂടൂല എന്നുള്ള അർത്ഥത്തിന്. അത് മുഹാൽ തന്നെയാണ്. ഏതായാട്ടെ, അപ്പം പിന്നെ നമ്മൾ രാവും പകലും ഒരുമിച്ച് കൂടുക എന്നത് അഖിലിയായ മുഹാലാണ്. അത് അഖിലിയായ മുഹാലാണ്, യാതൊരു സംശയമില്ല. അതെ, അതൊക്കെ പറഞ്ഞു തന്നെ. ഞാൻ നോക്കുക, ഈ മുസന്നിഫ് പറഞ്ഞെടുത്ത് നോക്കുക. അപ്പൊ ഈ ഉദാഹരണം കൊണ്ട് സംഭവം മനസ്സിലായല്ലോ. പക്ഷെ ഇതൊക്കെ എന്താണ്? രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് പിന്നെ പെട്ടെന്ന് ചില ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകും, ചില ഉദാഹരണം അല്പം ആലോചിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായി? അഖിലിയാ മുഹാലിലും നെതിരിയുമുണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്? ബദഹിയുമുണ്ട്, അഥവാ ലറൂറിയുമുണ്ട്. പെട്ടെന്ന് മനസ്സിലായി. വഖൗലു ഫൽ മുസ്തഹിലു വൽ മുസ്തഹിലു മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി വുജൂദു. ബുദ്ധിയിൽ അത് ഉണ്ടാവൽ രൂപപ്പെടുകയില്ല, അതായത് ബുദ്ധി അത് അംഗീകരിക്കൂല. യാനി ഐദൻ, വീണ്ടും മുമ്പത്തെ രണ്ട് കിസ്മ പോലെ തന്നെ, അല്ലെ വുജൂബിന്റെ രണ്ട് കിസ്മായതുപോലെ ഇമ്മ തുടക്കത്തിൽ തന്നെ അത് ഒരു ബുദ്ധിയിൽ അത് രൂപപ്പെടൂല. ഔ ബാദ സബക്കിനെതിരെ, അല്ലെങ്കിൽ അല്പം ചിന്തിച്ചതിന് ശേഷമല്ലാതെ. അപ്പം ഇവിടെ പറഞ്ഞ ഉദാഹരണം അല്ലെ, ഒന്ന് എന്നുള്ളത് നാലിന്റെ ഒന്ന് എന്നുള്ളത് എന്താ? ഒന്ന് എന്നുള്ളത് നാലിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് എന്നുള്ളത് നാലിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ അത് ബദഹിയോ അല്ലെങ്കിൽ നെതിരിയോ? പെട്ടെന്ന് മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ ആലോചിച്ചാൽ മാത്രം മനസ്സിലാവുന്നതോ? പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. നാലിന്റെ പകുതിയാണ് ഒന്ന് പറഞ്ഞാൽ ഈ സ്കൂളും പോയില്ല അല്ലേ? അത് ഉറപ്പന്നെയാണ്, യാതൊരു സംശയമില്ല. ഏത് കുട്ടിക്കും അറിയാം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും അറിയില്ല. 4ന്റെ പകുതി ഒന്നാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി പോലും വിശ്വസിക്കില്ല. നേരെ മറിച്ചുകൊണ്ട് പറയാണ് 12ന്റെ 6 1 എന്ന് പറഞ്ഞാലോ? അപ്പോൾ ചിന്തിക്കും ചില ആളുകൾ, ശരിയാണോ? 12ന്റെ 6 1 12ന്റെ 6 1 1 എന്ന് പറഞ്ഞാൽ ആളുകൾ ചിന്തിച്ച് പെട്ടെന്ന് കണ്ടെത്തുക, അത് ശരിയല്ല. ചില ആളുകൾക്ക് എന്തുണ്ടാവുന്ന അറിയോ? ചില ആളുകൾക്ക്, ചില കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് കണ്ടിരിക്കും ഒരു പക്ഷേ, ഒരു പിന്നെ നെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയിലെ, എന്താണ് ആ കുട്ടിയുടെ പേര്? കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കുന്ന അതിശക്തമായ ബുദ്ധി. മാഷാ അല്ലാഹ്. പെട്ടെന്ന് കുറെ ആളുകൾ സ്റ്റുഡിയോവിൽ കാൽക്കുലേറ്ററിൽ ഇരിക്കുന്നു. അങ്ങനെ ചോദ്യകർത്താവ് ആ കുട്ടിയോട് ചോദിക്കുന്നു, ഒരുപാട് കണക്കുകൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് ആ കുട്ടിക്ക് യാതൊരുവിധ സഹായമില്ലാതെ മനസ്സിൽ പെട്ടെന്ന് കൂട്ടിയിട്ട് വലിയ കണക്കുകൾ 2300 5400 അർഷദ് അല്ലേ? അതെ, അർഷദ്. മാഷാ അല്ലാഹ്. പെട്ടെന്ന് ഇവരൊക്കെ പിന്നെ കാൽക്കുലേറ്ററിന് കൂട്ടുന്നവരൊക്കെ പിന്നീടാണ് അവിടേക്ക് എത്തുന്നത്. അതാണ് അല്ലാഹു തആല ചിലർക്ക് കൊടുക്കുന്ന കഴിവാണ്. ചിലരത് പരിശീലനത്തോടെ നേടിയെടുക്കുന്നതിന് പുറമെ അല്ലാഹു തആല ചിലർക്ക് കൊടുക്കുന്നതാണത്. മനസ്സിലായില്ലേ? ഉടനെ മറുപടിയാണത്. അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ചിലർക്ക് എന്താണ്, അതല്ല ഇവിടെ വിഷയം. പൊതുവിൽ എന്താണ് ചില വിഷയങ്ങൾ എന്താണ്? 1 എന്നുള്ളത് 12ന്റെ 6 1 പറഞ്ഞാൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. 12ന്റെ 6 1 2 എന്ന് പറഞ്ഞാൽ ശരിയാണ്. 12ന്റെ 6 1 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മുസ്തഹിലാണ്, അത് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ രണ്ട് വകുപ്പ് നമ്മൾ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. ആയതെന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞാൽ ഏത് നമ്മൾ പിന്നെ വുജൂബ് പറഞ്ഞല്ലോ, വാജിബ് എങ്ങനെ അതുപോലെ തന്നെ വാജിബ് ബദഹിയും നെതിരിയും പെട്ടെന്ന് ഉടനറിവ് ലഭിക്കുന്ന പോലെ തന്നെയും ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് പോലെയും ഏതും പിന്നെ മുസ്തഹിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാവുന്നതുണ്ട്, ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്നതുമുണ്ട് എന്നർത്ഥം. അതാണ് ഇതിന്റെ ഉദ്ദേശം അവിടെ. പിന്നെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മുടെ അഖീദയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഖീദയും കൂടി പഠിക്കാന്നുള്ളതാണ്. മനസ്സിലല്ലേ? മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെ പിന്നെ
നമ്മൾ പറഞ്ഞ വിഷയം തന്നെ എന്ത് ചെയ്യാണ്, മുസന്നിഫ് റഹിമഹുല്ലാഹു തആല നമ്മുടെ ഒരു അഖീദ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആ അഖീദയും കൂടി പഠിപ്പിക്കുക, വിഷയം പഠിപ്പിക്കുക, അതിന് പുറമെ ഒരു അഖീദയും കൂടി പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മുസന്നിഫ് ഉദാഹരണം പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഫമിസാലുൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഉദാഹരണം ഏത്? ഒന്നാമത് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ചിന്തിക്കാതെ തന്നെ ഉടനറിവ് ലഭിക്കുന്നതിന്റെ ഉദാഹരണം ഉറുവുൽ ജിർമി അനിൽ, എന്താണ് ഇവിടെ പോരയണ്ടല്ല, അനിൽ ഒരു മിനിറ്റ്, അതിലേക്ക് എന്താ ഉള്ളത്? ഉറുവുൽ ജിർമി ജായിസ്, അനിൽ ഹറക്കത്തി വസുക്കൂനി നാട്ടാ, അനിൽ ഹറക്കത്തി വസുക്കൂനി ഉണ്ടല്ലോ അല്ലേ? അതുണ്ട്. പക്ഷെ എന്താ ഇപ്പം ഏതാണെന്നറിയോ, അത് കൊടുത്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. 2-3 പേര് ഒന്നിച്ച് പേസ്റ്റ് ചെയ്താലേ തലങ്ങും വലങ്ങുമായി പോകും. അതെ തന്നെ. ഫമിസാലുൽ അവ്വലി ഉറുവുൽ ജിർമി അനിൽ ഹറക്കത്തി വസുക്കൂനി കണ്ടോ? അതെ, ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പഠിച്ചേക്കണ അടിച്ചത് തന്നെ കേട്ടോ അതിന്റെ ശരിയായ അതെ. ഫമിസാലുൽ അവ്വലി, ഉടനടി മനസ്സിലാകുന്ന മുസ്തഹീലിന്റെ ഉദാഹരണം ഉറുവുൽ ജിർമി, ഒരു തടി ഒഴിവാവുക, അനിൽ ഹറക്കത്തി വസുക്കൂനി, ഒരു തടിയുള്ള വസ്തുവേ അതിന് ഹറക്കത്തുമില്ല സുക്കൂനില്ല, അത് അനങ്ങുന്നില്ല അനങ്ങാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെ ക്യാമ്പിൽ നോക്കുക, ക്യാമ്പിൽ പിന്നെ കീശേരിയുടെ ക്യാമ്പിൽ അത് കിതാബിന്റെ ഫോട്ടോ കോപ്പിയാണ് കാണിക്കുന്നത്. സംശയമുള്ള ആളുകൾ അത് നോക്കി തീർക്കാം. പിന്നെ ഫമിസാലുൽ അവ്വലി ഉറുവുൽ ജിർമി അനിൽ ഹറക്കത്തി വസുക്കൂനി, ഒരു വസ്തു അനങ്ങാതിരിക്കുകയും ചെയ്യുക, അനങ്ങുന്നുമില്ല അനങ്ങാതിരിക്കുന്നുമില്ല, അങ്ങനെ വസ്തു ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ് മുസന്നിഫ് അഖീദയെ ബന്ധപ്പെട്ട അടുത്ത രണ്ടാമത്തെ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വസ്തു ഒന്നിരിക്കൽ എന്തായിരിക്കും, അത് അനങ്ങുന്നതായിരിക്കും അനങ്ങാത്തതായിരിക്കും. ഇത് രണ്ടും ഇല്ലാത്ത വസ്തു ഉണ്ടാവും സുഹൃത്തുക്കളെ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി, നിങ്ങളൊന്നും ആരും ചെയ്യൂല. ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക്, കാരണം നിങ്ങളെ ബുദ്ധി അംഗീകരിക്കണം. ബുദ്ധി അംഗീകരിക്കുന്നില്ല നിങ്ങൾ പറയാല്ല, രണ്ടും ഇല്ലാത്തതുണ്ടാവും. ഒന്നിക്കലും ഒരു വസ്തു അനങ്ങണം അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം, എന്നാൽ ആ വസ്തു അനങ്ങുകയല്ല അനങ്ങാതിരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ ഉണ്ടാവും ഒരു വസ്തു. ഒന്നിക്കലും ആ വസ്തു അനങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ് അല്ലെങ്കിൽ അനങ്ങാതിരിക്കുന്നതാണ്. അതല്ലാത്ത മൂന്നാമത്തെ ഒരു കിസ്മില്ല അവിടെ, അത് യാതൊരു സംശയ കാര്യത്തിലില്ല. അതാണ്. അപ്പൊ ഉറുവുൽ ജിർമി, ഒരു വസ്തു ഒഴിവാവുക, ഒരു തടിയുള്ള വസ്തു. ജിർമ് എന്ന് പറഞ്ഞാൽ എന്താ? ജുസുഇല്ലാത്ത ജസിം പെടും. അതായത് ഒരിക്കലും അംശിക്കാൻ സാധിക്കാത്ത ഒരാൾ ഇങ്ങനെ ഒരു വസ്തുവിനെ അംശിച്ച് ഇനി അതിനെ അംശിക്കാൻ പറ്റാത്ത ഒരു വസ്തു ഉണ്ടല്ലോ, അതും പെടും ജിർമ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ രണ്ട് പിന്നെ ജുസ് രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവുന്ന ജിസ്മും അതിലൊക്കെ പെടും. അതായത് ഒരു തടിയുള്ള വസ്തു എന്നർത്ഥം. ഏതാട്ടെ, ഒരു തടി ഒന്നിരിക്കൽ എന്തായിരിക്കണം, അത് അനങ്ങുന്നതായിരിക്കണം അല്ല അനങ്ങാത്തായിരിക്കും. ഇതാണ് അതിന്റെ ശരിയാത്. ഒരാൾ പറയാണ് ആ വസ്തു എന്തല്ല, അനങ്ങുന്നുമില്ല, അത് പിന്നെ അനങ്ങാതിരിക്കുന്നുമില്ല, ഇത് മുസ്തഹീലാണ്. അത് പെട്ടെന്ന് നമുക്കറിയാം. ഒന്നുകിൽ അത് അനങ്ങണം അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം, ഉണ്ടാകും എന്നേ പറ്റുള്ളൂ. രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം. അതാ മുസ്തനിഫ് പറഞ്ഞത്, മാൻ ഒന്നിച്ച്. അതാ ഫമിസാലുൽ അവ്വലി, ഒന്നാമത്തെ ഉദാഹരണം ഉറുവുൽ ജിർമി അനിൽ ഹറക്കത്തി വസുക്കൂനി, ഒരു വസ്തു അനങ്ങുന്നതിൽ നിന്നും ഒഴിവാവുക, അനങ്ങാതിരിക്കുന്ന ഒഴിവാവുക. ഐ തജറുദുഹു അൻഹുമാ മാൻ, ഈ വസ്തു ഈ ഹറക്കത്ത് സുക്കൂനിൽ നിന്ന് ഒഴിവാവുക, മാൻ ഒന്നിച്ച് ഒഴിവാവുക. ഏതുപോലെ? അങ്ങനെ ബിഹൈസു ലാ യൂജദു ഫീഹി വാഹിദു മിന്ന, ഒന്നും ഇല്ലാതിരിക്കുക, ഏതെങ്കിലും ഒന്ന് വേണ്ടേ, എന്നാലും ഒന്നുമില്ലാത്ത രൂപത്തിൽ. ബിഹൈസു ലാ യൂജദു ഫീഹി വാഹിദു മിന്ന, എന്നാലും അനങ്ങുന്നതിൽ നിന്നും അനങ്ങാതിരിക്കുന്ന ഒന്നും അതിൽ എത്തിക്കാത്ത രൂപത്തിൽ രണ്ടും ഒഴിവാവുക. ഫൈനൽ അഖല ബുദ്ധി ഇബ്തിദാൻ, പ്രഥമ രീതിയുടെ പ്രഥമ നോട്ടത്തിൽ തന്നെ, പ്രഥമ ചിന്തയിൽ തന്നെ ലാ യതസവ്വറു, ആ ബുദ്ധി വിശ്വസിക്കാൻ കഴിയൂല. സുബൂത ഹാദൽ മഅനാ ലിൽ ജിർമി, ഫൈനൽ അഖല ഇബ്തിദാൻ, ബുദ്ധിക്ക് പ്രഥമ ചിന്തയിൽ തന്നെ, ബുദ്ധിക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ എന്ന് വെച്ചോളൂ. ലാ യതസവ്വറു സുബൂത ഹാദൽ മഅനാ ലിൽ ജിർമി, ഒരു വസ്തുവിന്, ഇങ്ങനെയുള്ളായിരിക്കുന്ന ഒരു വസ്തുവിന് ഏതിനെ രൂപപ്പെടുത്താൻ സാധ്യമല്ല. ഈ വസ്തുവിന് ഇങ്ങനെയുള്ളായിരിക്കുന്ന ഒന്ന്, രണ്ടും അനങ്ങുന്നുമില്ല അനങ്ങാതിരിക്കുന്നുമില്ല എന്നുള്ള അർത്ഥം ബുദ്ധിക്ക് രൂപപ്പെടുത്താൻ അസാധ്യമാകുന്നു എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു. അതാ ഒന്നാമത്തെ ഉദാഹരണം. അപ്പൊ മുസ്തഹിലായിരിക്കുന്ന കാര്യം, അസംഭവമായിരിക്കുന്ന ഒരു കാര്യം ഉടനറിവായിട്ട് ലഭിക്കുന്നതുണ്ട്. ഇതുപോലെ ഇവിടെ ഇത് പറയാം, രണ്ടും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? രണ്ടും അല്ലെങ്കിൽ ഒന്നും എത്ര ആകുന്നു, 3 ആകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി അത് അസംഭവം, ഒരിക്കലും മുസ്തഹിലാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഒന്നും 2 ആവുള്ളൂ, 3 ആവില്ല. എന്നാൽ മിസാലു സാനി, രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ പറഞ്ഞ മാതിരി തന്നെയാണ് ഇത് രണ്ടാമത്തും വരുന്നത്. നോക്കുക, അതായത് ഇപ്പോ ഒരു വിഷയം നമ്മൾ കൊടുത്താൽ അത് എവിടേക്കാണ് എത്തിച്ചേരുന്നത്? അസംഭവ്യമായിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല. ആ പറഞ്ഞെടുത്ത് തെറ്റ്. നമ്മൾ ഉദാഹരണം പറയാം, ഒരാൾക്ക് വണ്ടിയായിട്ട് വരാണ്, ഒരു അറിയാത്തൊരു നാട്ടിൽ എത്തിപ്പെട്ട്. അപ്പോൾ ഉദാഹരണം പറയാം, ജിദ്ദയിലേക്ക്. അപ്പോൾ ഇവിടെ പിന്നെ നാട്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തി, അയാൾ ഇവിടെ പിന്നെ ഒരു വഴി ചോദിച്ചു. അയാൾ വണ്ടിയിൽ വന്നിട്ട് ഒരു വഴി ചോദിച്ച് വേറെ ആൾ എന്ത് പറഞ്ഞെടുത്ത് ഒരു വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അയാളെ പോയി നോക്കുമ്പോൾ അതെവിടേക്കാണ്? അയാൾ ഉദ്ദേശ വഴിയിലേക്കല്ല, അത് അങ്ങോട്ട് ഒരു മരണ മുകളിലേക്കാണ് പോണത്. പിന്നെ അങ്ങോട്ട് റോഡ് തന്നെയല്ല, അവിടെ അങ്ങോട്ട് റോഡ് തന്നെയല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അവിടെ ആ വഴി അവിടെ മസ്ദൂദാണ് അല്ലേ? അപ്പോൾ ഇയാൾ അടക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? ഇയാൾ പറഞ്ഞു കൊടുത്ത വഴി പേച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി ശരിയല്ല, വഴി ഒഴിവാക്കാണ് അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ പിന്നെ അത് വൈരുദ്ധ്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് അത് ബാത്തിലാണെന്നുള്ളത് ഉറപ്പാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നോക്കങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ ബുദ്ധിപരമായിരിക്കുന്ന
നമ്മുടെ കിതാബിനെ പോലുള്ള അഖീദ ബുദ്ധിപരമായ നിലയ്ക്ക് തൗഹീദ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പ്രത്യേകമാണ്. വതിൽക ഹുജ്ജത്തുനാ ആതൈനാഹാ ഇബ്രാഹിം. അള്ളാഹു പറയുന്നു, അതാണ് നമ്മുടെ ഹുജ്ജത്ത്. മുഹാജിജത്ത് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുഖമുദ്രയായിരുന്നു. ബുദ്ധിപരമായിട്ട് അവർ കാര്യങ്ങൾ ഉണർത്തി കൊടുത്തുകൊണ്ട് പിന്തിരിപ്പിക്കാം. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്ത് ആ വിഗ്രഹങ്ങളെ എല്ലാം തച്ച് പൊട്ടിച്ചിങ്ങേറ്റ് കോടാലി ആരെ കഴുത്ത് തൂക്കിയിട്ട് വലിയ ദൈവം തമ്പുരാന്റെ കഴുത്ത് തൂക്കിയിട്ട് അവർ വന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത്? നമ്മളെ ദൈവങ്ങളൊക്കെ തച്ചുടച്ച് വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കോടാലും തൂക്കിയിട്ട് നിൽക്കുന്ന ഒരു രംഗാണ് കാണുന്നത്. അവരെല്ലാവരും എന്തായി, ആകെ ദൈവങ്ങളാണല്ലോ ഈ കാട്ടിക്കൂട്ടി നമ്മളെ ദൈവത്തിന് മൻ ഫഅല ബിഹാദാ. അപ്പൊ അവർ പറഞ്ഞു, ഇവിടെ ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു, അവരെല്ലാവരും പിടിച്ചു കൊണ്ടുവന്ന് ചോദിച്ചു നോക്കുമ്പോ ആരാ മൻ ഫഅല ഹാദാ, ഇതാരാ ചെയ്ത് വെച്ച് ബൽ ഫഅലഹു കബീറൻ. അങ്ങനല്ലേ, അവർ വലിയ തമ്പുരാനാണ് ചെയ്തത്. കാരണം വലിയ തമ്പുരാന് ഈ ചെറിയ ദൈവങ്ങളൊന്നും ഉണ്ടാകുന്നത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് വലിയ ദൈവമായിരിക്കും ചെയ്തത് എന്ന് ഒരർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എന്ത് ചെയ്ത്, പെട്ടെന്ന് അവരൊന്ന് ചിന്തിച്ച് വലിയ തമ്പുരാനായിരിക്കും. പിന്നെയാണ് അവരുടെ ബുദ്ധിയിലേക്ക് അവരെന്ത് ചെയ്ത് ഫലമ്മാ റജഉ ഇലാ അൻഫുസിഹിം, അവരുടെ മനസ്സിലേക്ക്, അതായത് അവരുടെ ബുദ്ധിയിലേക്ക് അവർ തിരിഞ്ഞു പോയപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ത്, ഈ വലിയ തമ്പുരാൻ എന്ത് ചെയ്യൂല, ഇതൊന്നും ചെയ്യൂല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ആയത്ത് ഓർമ്മ വരുന്നില്ല. ആയത്ത് ഉണ്ടെങ്കിൽ അടിച്ചു വിട്ടാൽ വളരെ എളുപ്പമാവും വിഷയം. എൻ്റെ അടുത്തുണ്ട്, പക്ഷേ അത് എടുത്ത് തപ്പി പിടിക്കാൻ സമയമില്ല. മൻ ഫഅല ബിആലി, എന്താണ് മൻ ഫഅല ബിഹാദ എന്ന് പറഞ്ഞപ്പോൾ ഖാല കബീറും, അവരുടെ വലിയ തമ്പുരാനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, നിങ്ങളാണ് അക്രമികൾ എന്നവർക്ക് ബോധ്യപ്പെട്ട്, നമ്മളല്ലാതെ വലിയ തമ്പുരാൻ തന്നെ ചെയ്തതാണ്. പക്ഷേ വലമ്മൂ റജഉ ഇലാ അൻഫുസിഹിം, അവർ ബുദ്ധിയിലേക്ക് അവർ തിരിച്ചു പോയപ്പോൾ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ, അത് ആദ്യത്തെ അവർ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ ആദ്യത്തെ പ്രതികരണം. രണ്ടാമത്തെ പ്രതികരണം അവരെ സ്വന്തം ബുദ്ധിയിലേക്ക് തോന്നിയപ്പോൾ, എനിക്ക് അറിയൂടെ ഈ വിഗ്രഹം ഒന്നും ചെയ്യില്ല, ഈ വിഗ്രഹങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ എന്നാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. അപ്പോൾ എന്തായി, അവർ സ്വന്തം ബുദ്ധിയിലേക്ക് പോയപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പൊ എന്താണ്, ഒരു കാര്യം തെറ്റാണെന്നതിലേക്ക് ആ വഴിക്ക് പോയാൽ ഇന്ന വിഷയം എന്താണ്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വിഷയം ബാത്തിലാണെന്നുള്ളതാണ്, അത് നിരർത്ഥകമാണെന്നുള്ളത് തെളിയിക്കുകയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി. ഇതുപോലെ അള്ളാഹുവിന് ഒരു സിഫത്ത് സങ്കല്പിക്കുക. ആ സിഫത്ത് സങ്കല്പിക്കുമ്പോൾ അത് ഒരിക്കലും അള്ളാഹുവിന് ഉണ്ടാകാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ഗുണം അത് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് കാണുമ്പോൾ ആ സംഭവം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു കാര്യം സങ്കല്പിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് അത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം മുസ്തഹിലാണ്. ഇന്നലെ പറഞ്ഞത് ശരിക്കും ഓർമ്മിക്കണം. ഒരു കാര്യം എടുത്ത് പരിശോധിക്കുക, ആ കാര്യം അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ, ഈ ഒരു ഗുണം അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് അത് ഉണ്ടാവുക നിർബന്ധമാണെന്നാണ് പറയുന്നതെങ്കിൽ ആ കാര്യം നിർബന്ധമാണ്, അതിന് വാജിബ് എന്ന് പറയും. ഈ ഒരു കാര്യം ചെന്നെത്തുന്നത് ഒരു വൈരുദ്ധ്യത്തിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ, വൈരുദ്ധ്യത്തിലേക്കാണ് ഇത് എത്തിക്കുന്നതെങ്കിൽ ആ കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ല, ആ കാര്യം ഉണ്ടാവുന്നതിനും കുഴപ്പമില്ല, ഉണ്ടാവാതിരിക്കുന്നതിനും കുഴപ്പമില്ല എന്നാണെങ്കിൽ ആ കാര്യം അള്ളാഹുവിനെ കുറിച്ച് ജായിസാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ വലോകാനമിന് എന്ത് വൈരില്ലായി വജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അങ്ങനല്ലേ? അതെ, കേൾക്കാം. കല്ലാജ് ഉസ്താദ് ഇവിടെ ഇബ്രാഹിം നബി സ്വലാമിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടതാ. ഖാലു അൻത ഫഅൽത ഹാദാ ബിആലിഹത്തിന യാ ഇബ്രാഹിം ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലുഹും ഇൻ കാനൂ യൻതിഖൂൻ. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വലാം ലക്ഷ്യം. അവർ സംസാരിക്കുന്നവരും കേൾക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കുന്നവരാണെങ്കിൽ ചോദിച്ചു നോക്ക് വലിയ ദൈവത്തിനോട്. അവർ വലിയ ദൈവമാണ് ചെയ്തത്, ആ വലിയ ദൈവത്തിനോട് ചോദിച്ചു നോക്ക്, വലിയ ദൈവം സംസാരിക്കുമെങ്കിൽ ഫറജഉ ഇലാ അൻഫുസിഹിം, അവരുടെ സ്വന്തം അവരുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് മടങ്ങിയപ്പോൾ ഫഖാലു ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ, നിങ്ങൾ അതിക്രമികളാണ്, നിങ്ങൾ തന്നെയാണ് ദുൽമ ചെയ്തത്. സുമ്മ നുകിസു അലാ റൂസി, പിന്നീട് അവർ തലകൊണ്ടായി കുത്തനെയായി. എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ലഖദ് അലിംത മാ ഹൗലായി യൻതിഖൂൻ, നീ അറിഞ്ഞല്ലോ ഈ വിഗ്രഹങ്ങളും സംസാരിക്കുവാൻ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർ എന്ത് ചെയ്ത് രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊള്ള വന്നിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്ത് ബുദ്ധിപരമായിട്ട് ഇത് ശരിയല്ല എന്നുള്ളതിലേക്ക് ഒന്ന് സൂചിപ്പിക്കാൻ, ഈ വിഗ്രഹങ്ങളൊന്നും സംസാരിക്കൂല എന്നുള്ളത് അവരെ തെര്യപ്പെടുത്താനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഉദ്ദേശം. അതിവിടെ നടന്നു, മനസ്സിലായില്ലേ? ആദ്യത്തത് എന്തായി, അവരുടെ അപ്പൊ അന്ധവിശ്വാസത്തിലെ അവരെന്ത് ചെയ്ത് അന്ധവിശ്വാസം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തില്ല, ഇബ്രാഹിം നബി ഇസ്ലാമിനെ അവർ ശിക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് തീക്കുണ്ടാരത്തിലൊക്കെ കിടുന്നത്. ഏതല്ലാവട്ടെ, മുമ്പ് പറഞ്ഞ വിഷയം എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് വലോകാന മിൻ ഇന്ദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അങ്ങനെയല്ലേ? ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളുടെ ഭാഗത്തു നിന്നായിരുന്നെങ്കിൽ വജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ആ ഖുർആനിൽ പരസ്പരം ഒരുപാട് എതിരഭിപ്രായങ്ങൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടായാൽ അതെന്താകുന്നു, അത് അത് അള്ളാഹുവിൻ്റെതല്ലാത്ത സൃഷ്ടികളുടെ സൃഷ്ടിയാകുന്നു, അള്ളാഹുവിന്റെ അല്ലാത്തവരുടെ സൃഷ്ടിയാകുന്നു വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താമെന്നുള്ള വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഗുണം നമ്മൾ സങ്കല്പിക്കുന്നത് കൊണ്ട് ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യം മുസ്തഹിലാണ്, ആ കാര്യം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ മുസ്തനിഫ് ഇവിടെ പറഞ്ഞത് കേട്ടോളൂ. അപ്പൊ മിസാലു സാനി, രണ്ടാമത്തതിന്റെ ഉദാഹരണം, അതായത് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൗനു ദാത്തിൽ അലിയത്തി, ശരിക്കും ശ്രദ്ധിച്ചോളി. അള്ളാഹുവിന്റെ സത്തയാവുക, ജിർമൻ, അള്ളാഹുവിന്റെ സത്ത ഒരു തടിയായിരിക്കുക, അള്ളാഹുവിന്റെ സത്ത ഒരു തടിയായിരിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഒന്നോ ഒന്നിലധികമോ ഉള്ള ഘടകങ്ങൾ ചേർന്ന്
ഉണ്ടായതായ ഒരു വസ്തുവാണ് അല്ലാഹു തആല എന്ന് സങ്കല്പിച്ചാണെങ്കിൽ അത് എവിടേക്ക് എത്തുന്നറിയോ? തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ, അല്ലാഹു തആല എന്നർത്ഥം പരിശുദ്ധനാണ്. അങ്ങനെ വരിക എന്നുള്ളത് ഫൈന ഇസ്തിഹാലത്ത് ഹാദൽ മാന അലൈഹി ജല്ല വഅസ്സ, ഈ അർത്ഥം അല്ലാഹുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് അസംഭവമാണ് എന്നുള്ളത് ഇന്നമാ യുദ്രികുൽ അഖ്ലു, ബുദ്ധി അതിനെ കണ്ടെത്തുന്നത്. ഏത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയല്ല. അല്ലാഹു തആല ജിസ്മാണോ? അല്ലാഹു തആല ജിസ്മാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ആരാണത്? അല്ലാഹു തആല ജിസ്മാണ്, അല്ലാഹു തആല ഒരു തടിയാകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാവുന്നു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതെ അതെ അതെ, ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം പോലുള്ള ആയിരിക്കുന്ന ആളുകൾ പഴയ കാലത്ത് കറാമിയാക്കള്, മുജസ്സിമത്ത്, ഹഷവിയത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ പേരിലാണ് അവർക്ക് അന്ന് അറിയപ്പെടുന്നത്. ഹഷവിയത്ത് എന്നും അല്ലെങ്കിൽ കറാമിയത്ത്, മുജസ്സിമത്ത്, മുഷബ്ബിഹത്ത് തുടങ്ങിയതായിരിക്കുന്ന പല നാമങ്ങളിലും അറിയപ്പെടുന്നവരാണ് അവർ. അവർക്ക് എന്താ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് ഈ മുസ്തഹില കാര്യ, അള്ളാഹു ഒരു തടിയാണ് എന്ന്, അള്ളാഹു പിന്നെ കൈകാലുകളുണ്ട് എന്നും, കൈയുണ്ട്, കാലുണ്ട് തുടങ്ങിയതായിരിക്കുന്ന പല അവയവങ്ങളെ കൊണ്ടൊക്കെ എന്താകുന്നു, അവൻ ഉണ്ടാക്കപ്പെട്ടവനാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരുടെ പുതിയ വകഭേദമാണ് ഇന്നത്തെ ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം. മനസ്സിലായില്ലേ? അതിൽ മടവൂർ ഗ്രൂപ്പ് അങ്ങനെ അത്ര തന്നെ അങ്ങോട്ട് പറയുന്നില്ല, അതിൽ തന്നെ വേറെ പല ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ വിഷയത്തിൽ അവർക്ക് അല്പം ഒരു നല്ല നിലപാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മടവൂർ ഗ്രൂപ്പാണ്. മറ്റുള്ള മൗലവി ഗ്രൂപ്പ് അത് 8 ആണെങ്കിലും 18 ആണെങ്കിലും ഒക്കെ തന്നെ എന്താകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു തആല ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനാണെന്ന്, കയറുന്നവനാണെന്ന് ഇറങ്ങുന്നത്. ഇരിക്കുക, കയറി ഇറങ്ങുക എന്നുള്ളതൊക്കെ എന്തിന്റെ അടയാളങ്ങളാണ്? അതൊക്കെ തന്നെ പിന്നെ ഒരു വസ്തു ഒരു തടി ആവുക എന്നുള്ളതിന്റെ അസറുകളാണ്, അതിന്റെ അടയാളങ്ങളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാണ് എന്ന് മനസ്സിലാക്കുക നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ അഖീദ പ്രകാരം അല്ലാഹു തആല ഒരിക്കലും എന്താവില്ല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല മിസാലു സാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താകുന്നു? കൗനു ദാത്തിൽ അലിയത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാണ് എന്നുള്ളത് അത് മനസ്സിലാണ്. അത് തടിയാണെന്നുള്ള അസംഭവ്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ്, അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ അത് പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അല്ലാഹു തആല തടിയാണോ അല്ലേ എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് ചിന്തിക്കണം. ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. എന്താ ചിന്തിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാണ്, അല്ലാഹു തആല ബാഖിയാണ്. അപ്പൊ ഖദീം എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാതിരിക്ക് തുടക്കമില്ലാത്തവൻ എന്നുള്ളതാണ്. ഉണ്ടാതിരിക്ക് തുടക്കമില്ല എന്ന് പറഞ്ഞാൽ എന്താ പാടില്ല? അവിടെ അവൻ ഒരു ജിസ്മാവാൻ പാടില്ല. ജിസ്മു എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? അതൊക്കെ പിന്നെ ഇല്ലാതായതിനു ശേഷം പിന്നീട് ഉണ്ടായതാണ് ജിസ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ എന്താണ്? നമ്മളെ കുറിച്ചിടത്തോളം നമ്മളൊക്കെ ജിസ്മുകളാണ്. ഞാനും നിങ്ങളൊക്കെ എന്താകുന്നു? ജിസ്മുകളാണ്, തടികളാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല, തടികളാണ്. അപ്പൊ അല്ലാഹു തആല നമ്മളെ പോലെ തന്നെ ഒരു തടിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സൃഷ്ടികളോട് സമമായി. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, അവരോട് എന്താ പാടില്ല? സൃഷ്ടികളോട് തുല്യമാവാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഒരു സിഫത്ത്. അല്ലേ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു ഖദീമാകുന്നു, അതുപോലെ അല്ലാഹു മൗജൂദാണ്, ഖദീമാണ്, മുഖാലിഫുൽ ലിൽ ഖൽഖി, സൃഷ്ടികളോട് എതിരുള്ളവനാണ്. സൃഷ്ടികൾ നമ്മളൊക്കെ എന്താണ്? നമ്മളൊക്കെ പലതും കൂടി ചേർന്ന ഘടകങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ഒരു വസ്തു. നമ്മളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ പലതും കൂടി ചേർന്നതായിരിക്കുന്ന ഒരു തടിയാണെന്ന് വന്നാൽ അല്ലാഹു തആല ആരെ പോലെയായി? സൃഷ്ടികളെ പോലെയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പോലെയായി, സംശയമില്ല. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല, സൃഷ്ടികളെ പോലെ ആകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാകുന്നു. ഖദീമായ ഒരുത്തൻ എന്താ പാടില്ല? ഖദീം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാതാൻ പാടില്ല, ഒരു ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. ഖദീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഖദീം ബാക്കി എന്നൊക്കെ പറഞ്ഞാൽ, ഖദീം എന്ന് പറഞ്ഞാൽ അവന് മുമ്പ് ഒരു ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ലാത്തവൻ, അതായത് അവൻ ഉണ്ടാതിന് തുടക്കമില്ലാത്തവൻ, മുമ്പ് ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഖദീം എന്ന് പറയുന്നത്. ബാക്കി എന്ന് പറഞ്ഞാലോ എന്നാൽ പിൽക്കാലത്ത് അവൻ എന്താൻ പാടില്ല, ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള. മനസ്സിലാക്കണം. ഖദീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പ് ഒരു ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ട് പിന്നീട് ഉണ്ടാവനാണ് എന്നുള്ള ഗുണമില്ലാത്തവനെന്ന്, അതായത് അവൻ ഉണ്ടായതിന് തുടക്കമില്ല എന്നുള്ള. ബാക്കി എന്ന് പറഞ്ഞാലോ പിൽക്കാലത്ത് അവൻ ഉണ്ടായതിനു ശേഷം പിന്നീട് അവൻ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയല്ല. എന്തുകൊണ്ട്? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക, എല്ലാം നശിക്കും, അള്ളാഹുവിന്റെ ദാത്ത് അവശേഷിക്കും. അപ്പൊ ഒരിക്കലും എന്തില്ല, അവന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാകുന്നു. ബാക്കി എന്നുള്ളതായിരിക്കുന്ന സിഫത്തൊക്കെ അവനുണ്ടെങ്കിൽ അവൻ ഒരിക്കലും എന്താൻ പാടില്ല, നമ്മളെ പോലായിരിക്കുന്ന ഒരു ശരീരമാവാൻ പാടില്ല, ഒരു തടിയാൻ പാടില്ല. നമ്മുടെ തടി എങ്ങനെയാണ്? നമ്മുടെ തടിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, മുമ്പ് നമ്മളാരുണ്ടായിരുന്നില്ല, ശേഷം നമ്മൾ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പോലെ ഒരു തടിയാണ് അല്ലാഹു തആല എന്ന് വന്നു കഴിഞ്ഞാൽ അവനിക്ക് ഒരിക്കൽ ഒരു ഇല്ലായ്മ മുൻകടന്നു. ഇല്ലായ്മ മുൻകടക്കുമ്പോൾ അവൻ ഖദീമാവാതെ വരും. അല്ലെങ്കിൽ പിന്നീട് അവന് ഉണ്ടായതിനു ശേഷം പിന്നീട് അവൻ ഒരു ഇല്ലാത്തൊരവസ്ഥ അവൻ വരുന്നുണ്ടെങ്കിൽ അവൻ ബാക്കിയാവൂല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവൻ അല്ലാഹു തആല ഖദീമുമാകുന്നു, ബാക്കിയുമാകുന്നു. ഈ ഒരു രണ്ട് സിഫത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏതിലേക്ക് വരാൻ സാധിക്കും? 12ന്റെ 6ൽ 1 ആകുന്നു എത്ര? 2 എന്നുള്ളതിലേക്ക് എത്തുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമും ആണ്, ബാക്കി എന്നുള്ള സിഫത്ത് അവനുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവൻ എന്താൻ പാടില്ല എന്ന് വരൂ, അവനൊരു തടിയാവാൻ പാടില്ല. തടിയാണെങ്കിൽ
എന്ത് വരും? ഇല്ലായ്മ അവർക്ക് ബാധിക്കും. ഒന്നിക്കൽ ആദ്യത്തെ അവരുണ്ടാകുന്നതിന് മുമ്പ് ഒരു ഇല്ലായ്മ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് ശേഷം ഒരു ഇല്ലായ്മ അവനക്ക് ഉണ്ടായിത്തീരും. ഇത് രണ്ടും പാടില്ല. അതിനാൽ അവൻ ഏതാവാൻ പാടില്ല, അവനൊരു തടിയാവാൻ പാടില്ല. ഇത് നമ്മൾ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു. അള്ളാഹു താല ഒരു ജിസ്മല്ല, ഒരു തടിയല്ല എന്നുള്ളത് പെട്ടെന്നല്ല മനസ്സിലാതെ നമുക്ക്. ആദ്യം അള്ളാഹിനെ കുറിച്ച് ഖദീമാവണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അതുപോലെ അവൻ ബാക്കിയാണെന്നുള്ളതും ചിന്തിച്ച് അത് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാവാൻ പാടില്ല എന്നതിലേക്ക് എത്തിച്ചേർന്ന. അപ്പൊ പെട്ടെന്നല്ല കിട്ടിയത്, അല്പം ചിന്തിച്ചതിന് ശേഷമാണ് കിട്ടിയത്. അപ്പോൾ മുസ്തഹിലായിരിക്കുന്ന കാര്യത്തിലും ഏതുണ്ട്? ചിന്തിച്ചാൽ മാത്രം ലഭിക്കുന്നതായിരിക്കുന്ന ഒരു മുസ്തഹിലുണ്ട്, ചിന്തിക്കാതെ തന്നെ ഉടനറിവായിട്ട് ലഭിക്കുന്നതായ മുസ്തഹിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇനി നമ്മൾ അർത്ഥം വെക്കാം. ഇനി നമ്മൾ അർത്ഥം വെക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. മിസാലുൽ സാനി ഖൗനു ദാത്തിൽ അലിയത്തി. കണ്ടോ, അള്ളാഹുവിന്റെ ഒന്നുകൂടി വെക്കാണ്, ആവർത്തിച്ച് വെക്കുന്നത്. ഇത് ആരെങ്കിലും അങ്ങനെ ഇബാറത്ത് സഹിതം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. മിസാൽ സാനി കൗനു ദാത്തിൽ അലിയത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്താവുക, ജിർമൻ ഒരു തടിയാവുക എന്നുള്ളത് ഒരു മുസ്തഹിലിന്റെ അസംഭവ്യത്തിന്റെ ഉദാഹരണമാണ്. തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. അള്ളാഹു തആല അത്തരം അവസ്ഥയെ തൊട്ടുകൊണ്ട് പരിശുദ്ധനായിട്ടുണ്ട്. പക്ഷേ ഉദാഹരണം പറയാണ്, ഫൈൻ ഇസ്തിഹാലത ഹാദൽ മാന, ഈ അർത്ഥം അസംഭവ്യമാകൽ അലഹി ജല്ല വാസ, അള്ളാഹുവിന്റെ മേൽ ഈ ഒരു അർത്ഥം അസംഭവ്യമായി തീരുക എന്നുള്ളത് ഇന്നമാ വിദ്രിക്കുൽ അഖ്ലു, അത് ബുദ്ധി എത്തിക്കുന്നത് ബാദ യസ്ബിഖ ലഹുൻ നദുറു, അവൻ ചിന്തിച്ചതിന്റെ ശേഷമേ അവർക്ക് ഈ അർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഏത് ചിന്തിക്കുക? ഫീമാ യതറത്തബു അലാ ദാലിക, അല്ലാഹു തആല തടിയായാൽ ഉണ്ടായിത്തീരുന്നതായ ഒന്നിൽ ചിന്തിച്ചതിന് ശേഷമാണ് തടിയാവാൻ പാടില്ല എന്നുള്ളതിലേക്ക് അവന് എത്തിച്ചേരുന്നുള്ളൂ. എന്തൊക്കെയാണ് ഉണ്ടായിത്തീരുന്നത്? മിനൽ മുസ്തഹിലായിരിക്കുന്ന ഒരു കാര്യം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയായിരുന്നാൽ ഉണ്ടായിത്തീരുന്ന അസംഭവ്യമായിരിക്കുന്ന കാര്യം അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആലക്ക് ഇങ്ങനത്തെ ഒരു ഗുണമില്ല എന്നവന് എത്തിച്ചേരുന്നത്. വഹുവ, ഏതാണ് മുസ്തഹില കാര്യം? അൽ ജമ്മു ബൈന നഖീദനി, രണ്ട് എതിരുകൾക്കിടയിൽ ഒരുമിച്ച് കൂടലാണ്. രണ്ട് എതിരുണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ, രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പറ്റാത്തതാണ്. രാവ് പരിപൂർണമായി കഴിഞ്ഞെങ്കിലേ പകല് വരികയുള്ളൂ, പകല് പരിപൂർണമായി കഴിഞ്ഞെങ്കിലേ രാവാവുകയുള്ളൂ. അല്ലാതെ രാവും പകലും ഒരുമിച്ച് കൂടി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ പറയേണ്ട പിന്നെ അറഫാ ദിവസത്തില് അല്ലേ, അറഫാ ദിവസത്തിൽ രാവും പകലും ഒരുമിച്ച് കൂട്ടണം എന്ന് പറയുന്നുണ്ട്. അത് ഏതർത്ഥത്തിനാണ്? രാവിന്റെ ഒരറ്റം, രാവിന്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളാണ് അവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? രാവും പകലും ഒരുമിച്ച് കൂടില്ല. രാവും പകലും അറഫയിൽ നിൽക്കുന്ന വ്യക്തി രാത്രി സമയത്തുണ്ടാവണം, പകൽ സമയത്തുണ്ടാവണം. നമ്മളാണ് രണ്ടിനും ഒരുമിച്ച് കൂട്ടണം, അല്ലാതെ രാവും പകലാണ് ഒരുമിച്ച് കൂടുക എന്നുള്ളതല്ല. ഏതാവട്ടെ, പിന്നെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്തഹിൽ സംഭവിക്കും. ഏതുണ്ടാവട്ടെ, അല്ലാഹു തആല തടിയാവുകയാണെങ്കിൽ. വഹു അൽ ജമ്മു ബൈന നഖീദൈനി വദാലിക, അതെങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുക? മുസ്തലിഫ് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അന്നഹു ഖദ് വജബ ലി മൗലാന, അതെ, രാപ്പകലിൽ നമ്മളാണ് ഒരുമിച്ച് കൂടുന്നത്. വഹു വദാലിക, അതെങ്ങനെ ഉണ്ടാവുന്നു? അന്നഹു ഖദ് വജബ ലി മൗലാന ജല്ല വഅസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമായിരിക്കുന്നു, വാജിബായിരിക്കുന്നു. അൽ ഖിദമു വൽ ബഖാഉ, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല ഖദീമാവുക എന്നുള്ളതും അവൻ ബാക്കിയാവുക എന്നുള്ളതും അവനിക്ക് നിർബന്ധമാണ്. എന്തിനു വേണ്ടി? ലിഅല്ലാ യൽസമ ദൗറു അവി തസൽസുലു, ദൗറും തസൽസുലും ഇല്ലാതിരിക്കാൻ വേണ്ടി. ദൗർ എന്താണെന്നും തസൽസുൽ എന്താണെന്നും കഴിഞ്ഞ പാഠത്ത് നാം വ്യക്തമാക്കിയിട്ടുണ്ട്, ഓർമ്മയില്ലേ? ദൗറിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉദാഹരണം, ഒരു ദൗറിന്റെ ഉദാഹരണം എന്തായാലും പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മണ്ടോ? അതെപ്പോഴും നമുക്ക് ഓർമ്മണ്ടാണ്, അത് നമുക്ക് അത്യാവശ്യമാണ്. ദൗറും തസൽസുലിലേക്കും, ഒരു വിഷയം ദൗറിലേക്കും അല്ലെങ്കിൽ തസൽസുലിലേക്കും എത്തുകയാണെങ്കിൽ ആ കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള, അപ്പൊ അല്ലാഹു തആല ഒരു തടിയാണെന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ദൗറുണ്ടാകും. അപ്പൊ ദൗർ വരുന്നത് കൊണ്ട് തടിയാണെന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അല്ലാഹു തആലക്ക് ഒരു നമ്മളെപ്പോലെ ഒരു വസ്തു ഒരു തടിയാന്ന് വന്നാൽ തസൽസുൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമെങ്കിൽ അല്ലാഹു തആല എന്ത് ചെയ്യാൻ പാടില്ല? തടിയാവാൻ പാടില്ല. കാരണം തസൽസുലിലേക്ക് എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്താവൂല, തടി എന്നുള്ളത് ഒരിക്കലും അല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്താണ് നമ്മൾ പറഞ്ഞത്? ദൗർ എന്നുള്ളതിന് ഓർമ്മയുള്ളവരൊക്കെ നടുക്കി. ദൗർ എന്നുള്ള നമ്മുടെ ഒരു വസ്തു മറ്റൊന്നിന്റെ മേൽ പിന്നെ ബന്ധിതമായിരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാ. വാഹനത്തിന് കഥ, അതെ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. മാഷാ അല്ലാഹ്. ഒരാൾക്ക് വാഹനം വാങ്ങണമെങ്കിൽ ആൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ്? ലൈസൻസ് വേണമെന്ന് പറഞ്ഞ്. ലൈസൻസിന് ചെന്ന് നോക്കുമ്പോഴോ വാഹനം ഉണ്ടെങ്കിലേ ലൈസൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അയാൾക്ക് വാഹനം കിട്ടാൻ പോകുന്നില്ല, ലൈസൻസും കിട്ടാൻ പോകുന്നില്ല. ഇതാണിത്. അപ്പൊ എന്താ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അങ്ങനെ നിയമം ഉണ്ടാൻ പറ്റുമോ? നിയമം ആർക്കും കൂടെ വണ്ടി വാങ്ങാൻ കഴിയില്ല, ലൈസൻസ് എടുക്കാൻ പറ്റൂല അല്ലേ? ഉറപ്പാണിത്. ആ നിയമം ഉണ്ടാൻ പാടില്ല. അപ്പൊ എന്താണ്? ആ നിയമം അസംഭവ്യമാണ്, അത് ഒരു ബുദ്ധിയുള്ളവരും അംഗീകരിക്കില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസംഭവ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്തായി? അസംഭവ്യത്തിലേക്ക് എത്തിച്ചതായിരിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല തടിയുള്ളതാൻ പാടില്ല. എന്താണ് വിഷയം? അല്ലാഹു തആല ഖദീമാണെന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്, ബുദ്ധിപരമായിട്ട് സ്ഥിരപ്പെട്ടതാണ്. അവനുണ്ടാകാൻ തുടക്കം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവന് വേറെ ഇലാഹ് ഉണ്ടാക്കണം, ആ ഇലാഹിന് വേറെ ഇലാഹ്, അങ്ങനെ പോകും. അതുപോലെ തന്നെ അവന് ഉണ്ടാവുന്നതിനും അവനെ നിലനിൽക്കുന്നതിനും ഒരു അവസാനം ഉണ്ടാകാൻ പാടില്ല. ഒരു സാധനം ജിസ്മായിരിക്കുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയായിരിക്കുക എന്നുള്ളത് എന്താ അതിന്റെ അർത്ഥം? അതിന് ഒന്നിരിക്കൽ ആദ്യത്തിൽ ഇല്ലായ്മ വേണം, അല്ലെങ്കിൽ അവസാനത്തിൽ ഇല്ലായ്മ വേണം, രണ്ടാലൊന്ന് വേണം. അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് എന്ത് പറ്റൂല? ആദ്യവും ഇല്ലാതാൻ പാടില്ല, അവസാനം ഒരു ഇല്ലായ്മ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഈ മുസ്തഹിലായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ അല്ലാഹു തആല എന്താൻ പാടില്ല? തടിയാവുക എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് മുസ്തഹിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. പോട്ടെ.
ഫലോ കാനത്ത് ആലാ ജിർമൻ. ഇനി അല്ലാഹു തആല ഇതേ പറഞ്ഞ മാതിരി ഒരു തടിയാണെന്ന് വെച്ചാൽ ലവജബലഹുൽ ഹുദൂസു, അവൻ എന്താവണം? അല്ലാഹു തആല ഹാദിസ് ആയിരിക്കണം. കാരണം എന്തുകൊണ്ട്? തആലല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ, അല്ലാഹു തആല അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. അല്ലാഹു തആല തടിയാണെന്നുണ്ടെങ്കിൽ ഹാദിസ് ആണ് ഉറപ്പന്നെ. തടി എന്ന് പറഞ്ഞാൽ എന്താണ്? തടി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നോ രണ്ടോ ജുസുകൾ കൂടി ചേർന്നതിനേക്കാണ് എന്തെന്ന് പറയാ ജിർമ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്നെങ്കിൽ ഒരു തടിയാവുകയുള്ളൂ, ഒരു തടി എന്ന് പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടിയാണെന്നുണ്ടെങ്കിൽ അത് ഹാദിസ് ആണെന്ന് പറഞ്ഞാൽ അതിന് ഇല്ലായ്മ ഉണ്ടാകും. അപ്പോൾ ഈ തടി ഒരുമിച്ച് കൂടി പോയാണ് അത് ഉണ്ടായത്. അതിനു മുമ്പ് അത് ഉണ്ടായിട്ടില്ല എന്ന് വരും. ചുരുക്കം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാണെന്ന് പറയുമ്പോൾ എന്തുണ്ടായിത്തീരുന്നു? അസംഭവ്യമായിരിക്കുന്ന ദൗറും തസൽസുലും ഉണ്ടായിത്തീരുന്നുണ്ട്. എന്തായാലും ബാക്കി ലിമാ തഖററ മിൻ വുജൂബി വജൂബിൽ ഹുദൂസി ലികുല്ലി ജിർമിൻ. ഏത് തടിയാണെങ്കിലും അത് ഹാദിസ് ആയിരിക്കണം എന്നുള്ളത് വുജൂബാണ്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരു വസ്തു ഒരു തടിയാണെങ്കിൽ അതിന് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഫെൽസം അങ്ങനെ വെക്കുമ്പോൾ ഫെൽസം ഇതൻ അങ്ങനെ വരുമ്പോൾ നിർബന്ധമാകും. അല്ലോ കാന തആല ജിർമൻ, അല്ലാഹു തആല ഒരു തടിയായിരുന്നെങ്കിൽ എന്ത് വരും? അതല്ല, അത് രണ്ടാമത്തത് ഇപ്പൊ അടിച്ചത് അതിന്റെ ബാക്കിയുള്ളതാണ്. അല്ലോ കാന തആല ജിർമൻ, അല്ലാഹു തആല തടിയായിരുന്നെങ്കിൽ അയ്യക്കൂന വാജിബുൽ ഖദമി. എന്താണ്? അല്ലാഹു തആല ഖദമുള്ളവനായിരിക്കും. ലിഉലൂഹിയത്തി, അല്ലാഹു തആല ഇലാഹാണ് എന്നുള്ളത് കൊണ്ട് അവൻ എന്തായിരിക്കണം? തീർച്ചയായിട്ടും അവൻ ഖദീമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അവൻ ഹാദിസാണെന്നാണ് ഇപ്പൊ സംഭവം. അവന് തടിയാണെന്ന് പറഞ്ഞല്ലോ, തടിയാതുകൊണ്ട് അവൻ ഹാദിസാണെന്ന് വരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അവൻ എന്താകുന്നു? വാജിബുൽ ഖദമാണ്, ഖദീമാണെന്ന് വരും. എന്നാൽ അവൻ തടിയാണെന്ന സങ്കല്പപ്രകാരം ഹാദിസാണെന്ന് വരും. ഒരേ ഒരു സാധനം ഖദീമും ആവാൻ പാടില്ല, ഹാദിസും ആവാൻ പാടില്ല. ഏതുപോലെ ഒരേ ഒരു സമയത്ത് രാവും പകലും ഉണ്ടാവാൻ പാടില്ലാത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമും ആവുക എന്നുള്ളതും ഹാദിസ് ആവുക എന്നുള്ളതും അസംഭവ്യമാകുന്നു. അത് വരും ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടാവും. അർത്ഥം വെക്കുന്നിടത്തൊന്ന് അല്ലേച്ച് അർത്ഥം വെച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയാണെന്ന് പറയുന്നത് അസംഭവ്യമാണ്. അത് നമ്മൾ രണ്ടും 4 എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒന്നും കൂട്ടിയാൽ 3 വരുന്നത് എന്ന് പറയാൻ പറ്റാത്തതുപോലെ പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല അല്ലാഹു തആല തടിയാവുക എന്നുള്ളത്. പിന്നെ എങ്ങനെ മനസ്സിലാവുള്ളൂ? അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതുപോലെ അല്ലാഹു തആല തടിയാവുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഖദീമല്ല എന്ന് വരും, അല്ലെങ്കിൽ അവൻ ബഖാവ് എന്ന് പറയുന്ന സിഫത്ത് ഇല്ല എന്ന് വരും. അള്ളാഹു ആണെങ്കിൽ എന്ത് വേണം? ഖദീമായിരിക്കുകയും വേണം, അവൻ ബാക്കി ആയിരിക്കുകയും വേണം. അപ്പൊ അള്ളാഹു എന്നുള്ള നിലയ്ക്ക് അവൻ ഇലാഹാവുക എന്നുള്ളതിന് വേണ്ടി അവൻ ഖദീമാവണം, ബാക്കി എന്നുള്ള സിഫത്ത് അവനുണ്ട് വേണം. എന്നാൽ അവൻ തടിയാവുക എന്നുള്ള ഇപ്പോഴത്തെ സങ്കല്പ പ്രകാരം എന്തും ആവണം, അവന് ഹാദിസ് ആവണം. അതായത് അവനക്ക് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ മുൻകടക്കുകയോ അല്ലെങ്കിൽ പിന്നെ ശേഷം വരികയോ വേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരേ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീമാവുക എന്നുള്ളത്, ഇലാഹായി എന്നുള്ളത് കൊണ്ട് അവൻ ഖദീമാവണമെന്നും അവന് തടിയായി എന്നുള്ളത് കൊണ്ട് ഹാദിസ് ആവണമെന്നുള്ള വൈരുദ്ധ്യം ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ വൈരുദ്ധ്യത്തിലേക്ക് എത്തിച്ചതായിരിക്കുന്ന സങ്കല്പം ഏതാണ്? ഇവിടെ അല്ലാഹു തആല തടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു തആല തടിയല്ല. ഇതാണ് നമ്മുടെ വിഷയം. അല്പം കടുപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ മുസന്നിഫ് ഉദാഹരണം പറയുന്നത് നമ്മുടെ 2 വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏത് അഖലിയായിരിക്കുന്ന ഇസ്തിഹാലത്തും മനസ്സിലാക്കണം, അതിൽ കൂടെ ഏതും കൂടി മനസ്സിലാക്കുക. ഒരു അഖീദയുടെ ഒരു വിഷയം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഉദാഹരണം പറഞ്ഞിട്ട് സംഖ്യയുടെ ഉദാഹരണം നമ്മൾ മനസ്സിലായി. പക്ഷേ ഇത് അല്പം ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പേര് നെതിരീനായത്. കേട്ടാ, ഇത് ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് നെതിരി, ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്നത്. അത് ശരിയാന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതൊരു പ്രയാസമായിട്ട് തോന്നേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഒക്കെ ഗ്രഹിക്കാനൊക്കെ അല്ലാഹു സഹിലാക്കി തരുമാറാവട്ടെ. പിന്നെ ഇനി അതപ്പോൾ എന്താണ്? ഫയൽസമു അവിടെ അർത്ഥം വെക്കുക. ഫയൽസമു അപ്പോൾ നിർബന്ധമാകും. ഇതൻ ആ സന്ദർഭത്തിൽ അല്ലോകാന തആല ജിർമൻ, അല്ലാഹു തആല ജിർമാണ് എന്ന് ഇപ്പോഴുള്ള സങ്കല്പന പ്രകാരം അയ്യകൂന വാജിബുൽ ഖദമി ലിഉലൂഹിയത്തി, അല്ലാഹു അവൻ ഇലാഹായി എന്നുള്ളതിന്റെ പേരിൽ ഖദീമാവൽ നിർബന്ധമാണെന്ന് വരും. വാജിബുൽ ഹുദൂസി, ഹാദിസ് അവന് നിർബന്ധമായി വരും. ഖദീമാവോ ഹാദിസോ അവണ്ടും പാടില്ലല്ലോ. ഒന്നിരിക്കൽ അല്ലാഹു തആല ഒരു വസ്തു ഖദീമാവണം അല്ലെങ്കിൽ അത് ഹാദിസ് ആണെന്നുള്ള ഒരു വസ്തു ഒരേ സന്ദർഭത്തിൽ ഖദീമാവാൻ പാടില്ല, ഹാദിസാവാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ സങ്കല്പന പ്രകാരം അല്ലാഹു തആല തടിയാണെന്നുള്ള സങ്കല്പന പ്രകാരം അവൻ ഖദീമാണെന്നും പറയേണ്ടി വരും, ഹാദിസ് ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ ഉദാഹരണം ശരിയല്ല. നിങ്ങൾ ആ പറഞ്ഞ വിഷയം മുസ്തഹിലാകുന്ന, അല്ലാഹു തആലക്ക് അത് ഉണ്ടാകാൻ പാടില്ല എന്ന് വിധിക്കപ്പെടുന്നു. അതാണ് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന മുസ്തഹിൽ എന്നതിന്റെ ഉദാഹരണം. വദാലിക ജമ്മുൻ ബൈന നഖീലൈനി. അപ്പോൾ വാജിബുൽ ഹുദൂസിൽ ജിർമിയത്തി, അല്ലാഹു തആല ജിർമാണ് എന്നുള്ളതിന് വേണ്ടി അവൻ ഹാദിസ് ആവണമെന്നും അവൻ ഇലാഹാണ് എന്നുള്ളതിന് പേരിൽ അവൻ ഖദീമാവണമെന്നുള്ളത് വരും. വദാലിക അതാണെങ്കിലോ തആല ദാലിക, അല്ലാഹു തആല അതിനെ തൊട്ട് പരിശുദ്ധനാകുന്നു. വദാലിക ജമ്മുൻ ബൈന നഖീലൈനി, ലാ മഹാലത, യാതൊരു സംശയമില്ല, പരസ്പര വൈരുദ്ധ്യത്തിനിടയിൽ ഒരുമിച്ച് കൂട്ടലാണ്. ഒരേ ഒരു വസ്തു എന്താവുക, അവൻ ഖദീമാവുക എന്നുള്ളതും ഹാദിസ് ആവുക എന്നുള്ളതും. ഖദീം എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാകാൻ തുടക്കമില്ലാതെന്ന് പറയുന്നതും ഉണ്ടാകാൻ തുടക്കമുണ്ട് എന്ന് പറയുന്നതും ഒരു വൈരുദ്ധ്യമല്ലേ? ഖദീം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ തുടക്കമില്ല എന്നുള്ളതാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ആ അള്ളാഹ് തന്നെ ഉണ്ടാകാൻ തുടക്കമുണ്ടെന്ന് പറയുമ്പോൾ പരസ്പര വൈരുദ്ധ്യത്തിലേക്ക് എത്തിക്കുന്നതോ അതും എന്താകുന്നു? മുസ്തഹിലാകുന്നു. ഖദ് അറഫ്ത, അതുകൊണ്ട് നീ മനസ്സിലാക്കി. ഐലൻ വീണ്ടും നീ മനസ്സിലാക്കി. എന്ത്? ബിഹാദ, ഈ പറഞ്ഞതുകൊണ്ട് ഇൻകിസാമിൽ മുസ്തഹിലായിരിക്കുന്ന കാര്യം ഓഹരിയാകും. ഇലാ ദറൂറിയൻ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഇനവും വനദരിയൻ, ചിന്തിച്ചാൽ മാത്രം, ഈ പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണം പോലെ ചിന്തിച്ചാൽ മാത്രം ലഭിക്കുന്നതായ ഒന്നിലേക്കും മുസ്തഹിലും ഓഹരിയാകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ മുസ്തഹിലായിരിക്കുന്ന
മുസ്തഹിലായിരിക്കുന്ന കാര്യവും എന്താകും, ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന മുസ്തഹിലുണ്ട്, ചിന്തിക്കാതെ തന്നെ മനസ്സിലാകുന്ന മുസ്തഹിലുമുണ്ട്. എന്താ ചിന്തിക്കാതെ പറഞ്ഞ നമ്മൾ ഉദാഹരണം പറഞ്ഞത്? ഒരു വസ്തു അനങ്ങുന്നുമില്ല അനങ്ങാതിരിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു വസ്തു അനങ്ങുന്നുമില്ല അനങ്ങാതിരിക്കുന്നുമില്ല എന്ത് പറഞ്ഞാൽ അത് ഉണ്ടാൻ പാടില്ല. ഉറപ്പാണ് ഒന്നിരിക്കലും അനങ്ങണം അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം, രണ്ടാലൊന്നും നിർബന്ധമാണ്. അത് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തടിയായിരിക്കുക എന്നുള്ളത് അത് മുസ്തഹിലാണ് എന്ന് നമുക്ക് ലഭിക്കുന്നത് ചിന്തിച്ചാൽ മാത്രമേ ലഭിക്കുള്ളൂ. എന്ത് ചിന്തിക്കണം? അള്ളാഹു തആല മറ്റ് സിഫത്തുകളൊക്കെ എടുത്ത് പരിശോധിക്കുക. അള്ളാഹുവിന്റെ കരീം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, അള്ളാഹു തആല ബാക്കിയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്ത് മുസ്തഹിലാണെന്ന് വരുന്നുണ്ട്? അള്ളാഹു തആല തടിയാവാൻ പാടില്ല, തടിയാവുക എന്നുള്ളത് മുസ്തഹിലാണെന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലായി വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏതൊരു മുസ്തഹിലാ കാര്യത്തിലും രണ്ട് ഐറ്റം ഉണ്ട്, ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്നതും ചിന്തിക്കാതെ തന്നെ ഉടനറിവായിട്ട് മനസ്സിലാകുന്നതുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതാ മുസ്ലിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതവിടെ നിന്നോട്ടെ ഇൻഷാ അല്ലാഹ്. മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് ജായിസിൻ്റെ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വാജിബിൻ്റെത് പറഞ്ഞു, ഇന്ന് നമ്മൾ മുസ്തഹിലിൻ്റെത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജായിസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഒപ്പം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് വാജിബ്, എന്തൊക്കെയാണ് മുസ്തഹിൽ, എന്തൊക്കെയാണ് ജായിസ്, ഇതൊക്കെ നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നാടൻ ഉദാഹരണങ്ങൾ എടുത്തപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പലർക്കും അത് അവർ ചിന്തിച്ചു, അവർ വിഷയങ്ങൾ ചിന്തിക്കുകയും അവർ ഉദാഹരണങ്ങൾ എഴുതുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇനി ചോദിക്കട്ടെ, ഇപ്പോൾ വിഷയം കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹു തആല ഖദീമാണെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അള്ളാഹു തആല ഖദീമാണെന്ന് പറഞ്ഞാൽ ഇന്നലും ചോദിച്ചതാണ്, ഇന്നും ചോദിക്കുന്നു, എന്താണ് അതിൻ്റെ ശരിയായ അർത്ഥം? അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് സുന്നികളായ നമ്മൾ ഖദീമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് പറഞ്ഞോളി. അള്ളാഹു ഖദീമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ചോദിച്ചത് തന്നെയാണ്. അതെ, ഉണ്ടായതിന് ആദ്യമില്ലാത്തവൻ. വളരെ കറക്റ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പോരാ, ആദ്യമില്ലാത്തവൻ എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവൻ ഉണ്ടാതിനിക്ക് ലാ ഖദീമ ലി വുജൂദിഹി, അവൻ ഉണ്ടാതിനിക്ക് അല്ലെങ്കിൽ ബിദായത്ത ലി വുജൂദി, അവൻ ഉണ്ടാതിനിക്ക് തുടക്കമില്ല. നമുക്കൊക്കെ എന്തുണ്ട്? ഉണ്ടാതിന് തുടക്കമുണ്ട്. സൃഷ്ടികളായ എല്ലാ വസ്തുവിനും എന്തുണ്ട്? ഉണ്ടാതിന് തുടക്കമുണ്ട്. പക്ഷെ അള്ളാഹുവിന് എന്തില്ല? ഉണ്ടാതിന് തുടക്കമില്ലാത്തവൻ. ശരി, ഹാദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സാങ്കേതിക പദങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ അത്യാവശ്യമാണ് കിതാബ് ഓതുമ്പോൾ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഹാദിസ് എന്ന് പറയാം ഖദീമിന്റെ നേരെ എതിര് ഹാദിസ്. ഒന്ന് പറഞ്ഞാട്ടെ. ഇതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പദതാണ് ഹാദിസ്. ഹാദിസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവൻ ഉണ്ടായതിനിക്ക് ഹാദിസ ചോദിക്കുന്നത്. ഹാദിസ് അതെ, ഉണ്ടാവതിന് തുടക്കമുള്ളത് ഉണ്ടോ? നമ്മളൊക്കെ എന്താണ്? നമ്മൾ അടങ്ങുന്ന ഈ പ്രപഞ്ചം മുഴുവനും എന്താകുന്നു? അതിനുണ്ടാതിന് തുടക്കമുണ്ട് അല്ലേ? നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് ഗർഭം ധരിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് വജൂദുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നുണ്ട്, പിന്നീട് ഉണ്ടാകുന്നുണ്ട് അവർക്ക് കാര്യം. അപ്പോൾ നമുക്കൊക്കെ എന്തുണ്ട്? ഒരു ഇല്ലായ്മ കടന്നു. ഒന്നിക്കലും ആദ്യത്തിൽ ഇല്ലായ്മ വരണം, അല്ലെങ്കിൽ അവസാനത്തിൽ ഇല്ലാതെ വരണം, അല്ലെങ്കിൽ ആദ്യത്തിലും അവസാനത്തിലും ഇല്ലായ്മ. നമുക്കൊക്കെ എന്താണ്? നമ്മുടെ ആദ്യത്തിലും ഇല്ലായ്മ വരുന്നുണ്ട്, അവസാനത്തിൽ ഇല്ലായ്മ വരുന്നുണ്ട്. അള്ളാഹു തആലക്ക് ആദ്യത്തിലും ഇല്ലായ്മ, അവസാനത്തിലും ഇല്ലായ്മ. അവസാനത്തിൽ ഇല്ലായ്മ അള്ളാഹു തആലക്ക് ഇല്ല എന്ന് പറയാൻ കാരണം അതിന്റെ പേരാണ് ബാക്കി എന്നുള്ളത്. മനസ്സിലായില്ലേ? ബാക്കി എന്നുള്ളത് ഏതല്ലാട്ടോ. അപ്പൊ ഇത്തരം ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നാളെ സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞു. നാളെ സൂര്യൻ ഉദിക്കുമെന്നുള്ളത് അഖലിയായ ഹുക്കുമാണോ അല്ലെങ്കിൽ ആദിയായ ഹുക്കുമാണോ? നാളെ രാവിലെ കൃത്യം ഇത്ര മണിക്ക് അല്ലെങ്കിൽ 6:35 6:40 സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ അത് ആദിയായ ഹുക്കുമാണോ അഖലിയായ ഹുക്കുമാണോ? അത് ആദിയായ ഹുക്കുമാണ് അല്ലേ? യാതൊരു സംശയമില്ല. സൂര്യൻ ഉദിച്ചാൽ വെളിച്ചമുണ്ടാകുമെന്നുള്ളത് അത് ആദിയായ ഹുക്കുമാണോ അഖലിയായ ഹുക്കുമാണോ? ആദിയായ ഹുക്കുമാണോ അഖലിയായ ഹുക്കുമാണോ? അത് സൂര്യൻ ഉണ്ടായാൽ വെളിച്ചമുണ്ടാവും എന്നുള്ളത് ആദിയായ ഹുക്കും തന്നെ. മാഷാ അല്ലാഹ്, അത് ആദിയായ ഹുക്കും തന്നെ, നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾ എന്ത് മനസ്സിലാക്കുവാടെ? സൂര്യൻ ഉദിച്ച എന്തായാലും വെളിച്ചമാണെന്ന് നിർബന്ധമല്ല. അത് സാധാരണ നമ്മളിപ്പോൾ ആദിയായ പറയാൻ കാരണം നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ കണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വേറെ തെളിവ് നമുക്ക് പറയാനില്ല. മനസ്സിലായില്ലേ? വേറൊരു വിഷയങ്ങൾ നമുക്ക് പറയാനില്ല. അത് അല്ലാഹു തആലക്ക് നിർത്താനും പറ്റും. ഇത്തരം ആദിയായ വിഷയങ്ങൾ ഒരു പ്രവാചകന്റെ മുജിസത്തായിട്ടോ ഏതെങ്കിലും ഒരു വലിയ കറാമത്തായിട്ടോ ഈ സൂര്യന്റെ വെളിച്ചം അല്ലാഹു തആലക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതാണ് മുജിസത്ത് അല്ലെങ്കിൽ കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ എഴുന്നേറ്റ് വരിക എന്നുള്ളത് ആദിയാ മുഹാലോ അല്ലെങ്കിൽ അഖലിയാ മുഹാലോ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമത് കബറിന് എഴുന്നേറ്റ് വരിക എന്നുള്ളത് ഇങ്ങോട്ട് ദുനിയാവിക്ക് വരുന്ന കേട്ടോ, ആഖിറത്തേക്ക് പോണ കാര്യമല്ല പറഞ്ഞു കേട്ടോ. ദുനിയാവിക്ക് രണ്ടാമത് വരുന്നതിനെ കുറിച്ച്, മരിച്ചു കഴിഞ്ഞിട്ട് കബറിലാക്കി കഴിഞ്ഞ മനുഷ്യൻ ദുനിയാവിലേക്ക് രണ്ടാമത് വരുന്നതിനെ കുറിച്ച് ആദിയാ ഹുക്കുമോ അഖലിയാ ഹുക്കുമോ? മുഹാൽ അഖലി എന്നാണ് ഒന്ന്. മുഹാൽ അഖലി എന്നാണ്. ഇല്ല കേട്ടോ, അത് മുഹാൽ അഖലി ഒന്നല്ല, അതൊക്കെ ആദിയാണ്. അതൊക്കെ ആദിയായ ഹുക്കുമാ. അത് മുഹാൽ അഖലിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പരലോകമല്ല എന്ന് പറയേണ്ടി വരും. അവിടെ പ്രശ്നം. ഒരു മരിച്ച മനുഷ്യൻ ഒരിക്കലും അഖലിയായ മുഹാൽ എന്ന് പറയാൻ അറിയോ? അതൊരിക്കലും ഉണ്ടാൻ പാടില്ല. മരിച്ച ആള് ജീവിക്കൂലേ? രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളെ ജീവിപ്പിക്കൂലേ? പരലോകത്ത് ജീവിക്കൂലേ? ഖബറിൽ തന്നെ ജീവിക്കാൻ മാത്രമല്ല ദുനിയാവിലേക്ക് ചിലപ്പോൾ വന്നുകൂടായില്ല.
ദുന്യാവിലേക്ക് വന്നുകൂടായില്ല. അപ്പം എന്തായി? ആദിയാ ഹുക്കുമും അഖലിയാ ഹുക്കുമും വേർതിരിച്ചറിയുന്നിടത്ത് പശക് പറ്റിയാൽ ചിലപ്പോൾ എവിടേക്ക് എത്തിക്കും? അത് ഈ വിശ്വാസം ഒരു കുഫറിലേക്കോ അല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് എത്തിക്കും. ശരിക്കും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഒരു പ്രവാചകൻ വന്ന് കബറിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ മുഅ്ജിസത്ത് കൊണ്ട് അയാൾ എഴുന്നേൽപ്പിച്ചാൽ അയാൾ ദുന്യാവിലേക്ക് വന്നൂടെ? വരാം, അതിനൊരു വിരോധമില്ല. അഖലിയാ ഹുക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധി അതൊരിക്കലും ഉണ്ടാവില്ല. അത് ഉണ്ടാവാൻ ഒരിക്കലും ബുദ്ധിപരമായി മാത്രം ചിന്തിക്കുമ്പോൾ അത് ബുദ്ധി ഒരിക്കലും സമ്മതിക്കൂരുണ്ടാകുമ്പോൾ. അതേപോലെ അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞത് രണ്ടും എന്നുള്ളത് 4 ആവണം എന്നുള്ളത് ബുദ്ധിയാണ് പറയുന്നത്. അത് നമ്മുടെ അനുഭവമല്ല, അത് ശറഅ് പറഞ്ഞതിന്റെ പേരിലല്ല, അനുഭവവുമല്ല, അത് ബുദ്ധിയാ പറയുന്നത്. രണ്ടും 4 എന്നുള്ളത്, രണ്ടും 3 എന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നുള്ളതും നമ്മുടെ ബുദ്ധിയാ പറയുന്നത്. അപ്പൊ ബുദ്ധിയുടെ വിധിയും സാധാരണ വിധി നമ്മളുടെ വ്യത്യാസം ഗ്രഹിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു ഭാഗമാണ് നമ്മുടെ അഖീദയിൽ. അത് നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിക്കണം. മനസ്സിലായില്ലേ? ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പിന്നെ മഴ പെയ്താൽ പുൽപുഷ്പങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എന്താ? അത് പറയൂ. മഴ പെയ്താൽ പുൽപുഷ്പങ്ങൾ മുളക്കുക എന്നുള്ളത് ആദിയായ ഹുക്കും പിന്നെ വാജിബാണോ അല്ല അഖലിയാ വാജിബാണോ? ആദിയാ വാജിബാണോ അഖലിയാ വാജിബാണോ? മഴ പെയ്താൽ പുല്ല് മുളക്കുക എന്നുള്ളത് ആദിയാ, യാതൊരു സംശയമില്ല. അള്ളാഹു തആല എന്ത് ചെയ്യാം? അവിടെ മഴ പെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം എന്തായിക്കോണമെന്നില്ല. അവിടെ നിർബന്ധമായിട്ടും അത് ഒരിക്കലും വരാൻ പാടില്ല. അഖലിയാ ഹുക്കും എന്ന് വെച്ചാൽ അത് തമ്മിൽ ആ ബന്ധം എല്ലാ ടൈമിലും വരണം എന്നുള്ള, ഒരു സമയത്തും പിന്താൻ പാടില്ല. എന്തായാലും വരണം. രണ്ടും കൂട്ടിയാൽ 4 വരിക എന്നുള്ളത് എങ്ങനെ നിർബന്ധമാണോ അതേമാതിരി നിർബന്ധമായ വന്നെങ്കിൽ മാത്രമേ അഖലിയാ ഹുക്കും എന്ന് പറയുകയുള്ളൂ. ഒരു വസ്തു പിന്നെ അനങ്ങുന്നുമില്ല അനങ്ങാതിരിക്കുന്നുമില്ല എന്നുള്ളത് അതെന്താകുന്നു? ആദിയാ മുസ്തഹിലാണോ അഖലിയാ മുസ്തഹിലാണോ? ആദിയാ മുസ്തഹിലാണോ അഖലിയാ മുസ്തഹിലാണോ? ഒരു വസ്തു അനങ്ങുന്നില്ല അനങ്ങാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആദിയാതാണോ അല്ലെ അഖലിയാതാണോ? അഖലിയാതാണ്, ഉറപ്പാണ്. ഒരു വസ്തു ഒന്നുകിൽ അത് അനങ്ങണം അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം. രണ്ടാലൊന്നേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സമയത്ത് അനങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് അനങ്ങാതിരിക്കുക. അത് 2 സമയത്താണ്. തമ്മിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് 7 നിബന്ധന നോക്കണം എന്നുള്ള, 7 നിബന്ധന ഒത്തിട്ട് വരണം. അതാണ് തനാഖുദ് ഉണ്ടാവണമെങ്കിൽ. ഏതായാലാവട്ടെ, അപ്പോൾ ഇത് നമ്മൾ അഖലിയാ ഹുക്കും, അത് നമ്മൾ ബുദ്ധിയെ വിധിക്കുന്നത്. അത് നമ്മൾ കണ്ടതുകൊണ്ടല്ല, നമ്മുടെ പിന്നെ വിധിച്ചതല്ല, നമ്മുടെ അനുഭവം വിധിച്ചതല്ലത്. ഒരു വസ്തു ഒന്നിരിക്കൽ എന്തായിരിക്കണം? പിന്നെ അത് അനങ്ങണം അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം. അതാണ്. അതുപോലെ തന്നെ രാവും പകലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് അഖലിയാതാണോ ആദിയാതാണോ? മുഹാല്. രാവും പകലും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നുള്ളത് ആദിയാ മഹാലോ അഖലിയാ മഹാലോ? അത് അഖലിയാ മഹാലാണ്. അഖലിയാ മഹാല, ബുദ്ധിപരമായിട്ട് പാടില്ല. ഒരു തെങ്ങിന്റെ മുകളിൽ ചക്ക കായ്ക്കുക എന്നുള്ളത് അതെന്താണ്? ആദിയാ മഹാലോ അഖലിയാ മഹാലോ? ആദിയാ മഹാലോ അഖലിയാ മഹാലോ? തെങ്ങിന് മുകളിൽ ചക്ക കായ്ക്കുക എന്നുള്ളത് അത് ആദിയാണ്. മനസ്സിലായില്ലേ? ഒരാള് പിന്നെ വെള്ളത്തിന് മുകളിൽ വടി കൊണ്ടടിച്ചാൽ അത് പിന്നെ ആ വെള്ളം പിളർന്ന് ഒരു മതില് പോലെ നിൽക്കുക എന്നുള്ളത് ആദിയാ മഹാലോ അഖലിയാ മഹാലോ? ആദിയാ മഹാലോ അഖലിയാ മഹാലോ? ആദിയാ മഹാലോ? ചോദ്യം മനസ്സിലായില്ലേ? ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് പോയിട്ട് പിന്നെ ആ കരക്കെ പോയിട്ട് വടി കൊണ്ട് ഞാൻ വെള്ളത്തിൽ അടിച്ചപ്പോൾ പിന്നെ ആ വെള്ളം എന്ത് ചെയ്ത് വെള്ളം കണ്ട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ പിളർന്നങ്ങോട്ട് നിന്ന് സങ്കല്പിച്ചോളൂ. അതെന്താണ്? അത് ആദിയായ മുഹാലാണോ അഖലിയാ മഹാലാണോ? ആദി. എല്ലാവരും പറഞ്ഞതാണ് ആദി. വളരെ ശരിയാണ്, ആദിയാണത്. ആദത്തിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ കുറിച്ചിടത്തോളം എന്താണ്? ആദിയാണ്. നമ്മളെ കുറിച്ചിടത്തോളം ആദിയാ മഹാലാണത് അല്ലേ? പക്ഷെ ഒരു പ്രവാചകനെ കുറിച്ചിടത്തോളം അല്ല അത് ആദിയാ മഹാലാണോ? അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെങ്ങനെ പിളർത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആയിരിക്കുന്ന സാധാരണ നമ്മുടെ ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങൾ ഹർക്ക് ചെയ്യുക എന്നുള്ളതാണ് മുഅ്ജിസത്ത് എന്നുള്ളത്. അല്ല, ബുദ്ധിയല്ല, സാധാരണ പിന്നെ അസംഭവ്യമായിരിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിക്കുക എന്നുള്ളതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ബുദ്ധിപരമായ നിലക്ക് ഞാൻ പറഞ്ഞ ചുരുക്കം എന്താ, രണ്ടും ഞാൻ 3 ആക്കി തരാമെന്നൊരു പ്രവാചകൻ പറഞ്ഞാൽ അതെന്തല്ല, അത് സാധിക്കോ? കാണിക്കാൻ സാധിക്കോ? അത് സാധ്യമല്ല. അപ്പം പ്രവാചകന്മാരെ മുഅ്ജിസത്ത് എന്താവുള്ളൂ? ആദത്തിനെ ഹർക്ക് ചെയ്യുക, നമ്മുടെ ആദത്തിനെ എതിര് കാണിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, മുമ്പ് പറഞ്ഞല്ലോ, ഒരാൾ ഒരു പോത്ത് ഒരു 100 ഗ്രാം ഒരു കിൻഡലുള്ള ഒരു പോത്തിനെ ഒരാൾ ഒരേ സമയത്ത് തിന്ന് തീർത്തുന്നുള്ളത് എന്താണ്? അതെന്താ അതിന്റെ വിധി? അതെന്താണ് അതിന്റെ വിധി? ആദിയായ മഹാലാണോ അല്ലെങ്കിൽ അഖലിയാ മഹാലാണോ? ആദിയാ മഹാലാണോ അഖലിയാ മഹാലാണോ പറഞ്ഞത്? ഒരാൾ സ്വന്തം അത് ആദിയായ മഹാലാണ്. അള്ളാഹു തആല വേണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാം? അങ്ങനെ സൃഷ്ടിക്കാം. ഒരു കിൻഡലുള്ള ഒരു പോത്തിന് മുഴുവൻ ഒരേ സമയത്ത് നിന്ന് തീർക്കുന്ന ഒരു മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് ബുദ്ധിപരമായിട്ട് വിരോധമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ അത് ആദിയായ മഹാലാണ്. അപ്പോൾ ആദിയായ മുഹാല് എന്തുണ്ടാവുക? ശറയിൽ ആദിയായ മുഹാല് വരുന്നതിന് വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദത്തെ നിലക്ക് മുഹാലായിരിക്കുന്ന കാര്യത്തെ അള്ളാഹു തആല കൽപ്പിച്ചൂടെ? അള്ളാഹു തആല കൽപ്പിച്ചൂടെ? കൽപ്പിക്കുന്ന വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? കൽപ്പിക്കുന്നതിന് ആദത്തെ നിലക്ക് എന്താണത്? മുഹാലാണ് ഉണ്ടാവല്. പക്ഷെ ആ കാര്യം അള്ളാഹു തആല കൽപ്പിക്കാം. നമ്മുടെ ഒരു ഉസൂലാണ് തക്ലീഫും ബിൽ മുഹാൽ യജൂസു തക്ലീഫും ബിൽ മുഹാൽ. ആദത്തെ നിലക്ക് മുഹാലാതായിരിക്കുന്ന കാര്യത്തെ അള്ളാഹു തആല നമ്മോട് കൽപ്പിക്കാം, അതിന് വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതെന്തിനാണ്?
അത് അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദത്ത് നിൽക്ക് മുഹാലായിരിക്കുന്ന ഒരു കാര്യത്തെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതിന് വിരോധമല്ല. അത് ഉസൂലിന്റെ കിതാബുകൾക്ക് ആ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കും. നേരെ മറിച്ചുകൊണ്ട് അക്കരം നിൽക്ക് മുഹാലായ ഒരു കാര്യത്തെ, അക്കരം നിൽക്ക് മുഹാലായിരിക്കുന്ന ഒരു കാര്യത്തെ അള്ളാഹു തആല നമ്മോട് കൽപ്പിക്കുകയില്ല. അത് ഖുർആനിലും ഉണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളി, അക്കരം നിൽക്ക്, അക്കല് ബുദ്ധിപരമായ നിലക്ക് മുഹാലായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ അഖീദയിൽ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ മാമലാത്തിൽ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഖുർആനിൽ ഉണ്ടാവില്ല, ഹദീസിൽ ഉണ്ടാവില്ല, പ്രമാണങ്ങളിൽ ഉണ്ടാവില്ല, ഇജ്മാ ഖിയാസിലൊന്നും ഉണ്ടാവില്ല. അക്കരം നിൽക്ക് മുഹാലായത് പിന്നെ ഏതുണ്ടാവാം, ഷറയിലൊക്കെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ ഏതുണ്ടാവാം, ആദത്ത് നിൽക്ക് മുഹാലായത് നമ്മുടെ കീർത്തിക്കുന്ന വിഷയങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ അഖീദയുടെ പ്രധാന ഭാഗമാണ്. അതിന്റെ പേരിലാണ് ഇങ്ങനെ ഓരോ ഉദാഹരണം എടുത്ത് ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ അന്നത്തെ ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്പം ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ അല്പം ചില ചോദ്യങ്ങളിലൂടെ അന്നത്തെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാൻ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സൊക്കെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, ഞാൻ വസിയത്തോടെ മൈക്ക് വിടുക.